ശ്രദ്ധിക്കുക, നമ്മുടെ ഇൻ്റർഫിയറൻസ് പറഞ്ഞു, ഡൈഫ്രാക്ഷൻ പറഞ്ഞു. ഇനി അടുത്തൊരു വേവ് പ്രോപ്പർട്ടിയാണ് പോളറൈസേഷൻ. ഈ പോളറൈസേഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൈജീന് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഹൈജീൻ സാറ്റിസ്ഫാക്ടറി ആയിട്ട് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്? ഇൻ്റർഫിയറൻസും ഡൈഫ്രാക്ഷനും വേവ് പ്രോപ്പർട്ടി വെച്ചു എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ ആ സമയത്ത് ഹൈജീൻ കൺസിഡർ ചെയ്തത് ലൈറ്റ് ഒരു മെക്കാനിക്കൽ വേവ് ആയിട്ടാണ് ഹൈജീൻ എടുത്തത്. പിന്നെ മനസ്സിലായി ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ ലൈറ്റ് ശരിക്കും എന്താണ്? ലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ക്ലിയർ? അത് ശരിക്കും ഡൈഫ്രാക്ഷൻ ഇൻ്റർഫിയറൻസിന് ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല അല്ലേ? അത് മെക്കാനിക്കൽ വേവ് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, പക്ഷേ അതിനുശേഷം അവർക്ക് മനസ്സിലായി ലൈറ്റ് എന്താണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് അല്ലേ? അങ്ങനെ ഈ പോളറൈസേഷൻ പ്രൂവ് ചെയ്താണ് എന്ത്? ലൈറ്റ് ട്രാൻസ്വേഴ്സ് നാച്ചറാണ്. അപ്പൊ ഈ പോളറൈസേഷൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വെച്ചിട്ടാണ് ലൈറ്റിന്റെ ട്രാൻസ്വേഴ്സ് നാച്ചർ പ്രൂവ് ചെയ്തത്. ലൈറ്റ് ഹാസ് ട്രാൻസ്വേഴ്സ്. കാരണം നമുക്കറിയാം എന്താണ് ഈ ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ, ഓൾറെഡി നമ്മൾ EM വേവ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യും? എക്സിലും വൈയിലും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെങ്കിൽ അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യും, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റർബൻസ് അല്ല EM വേവ്. അപ്പോൾ എക്സിൽ ഇലക്ട്രിക് ഫീൽഡ്, വൈയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ സെഡിലേക്കാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് മൂവ് ചെയ്യുക. ദാറ്റ് മീൻസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന വേവിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് അതാണ് ശരിക്കും. അപ്പോൾ പോളറൈസേഷൻ വെച്ചിട്ട് ലൈറ്റിന്റെ ട്രാൻസ്വേഴ്സ് നാച്ചർ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പോളറൈസേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ രണ്ട് ടൈപ്പ് ലൈറ്റ് ഉണ്ട്. നമ്മുടെ ഓർഡിനറി ലൈറ്റ് എന്ന് പറയുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക, അൺപോളറൈസ്ഡ് ലൈറ്റ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഞാൻ എഴുതാം, പിന്നെ ഒരു ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ അൺപോളറൈസ്ഡ് ലൈറ്റ്. നമുക്കറിയാം EM വേവ് ആണ്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കണ്ടിന്യൂസ്ലി ഇന്ററാക്ട് ചെയ്യണം. അപ്പോഴല്ലേ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്താ വെച്ചാൽ ഓർഡിനറി ലൈറ്റ്, വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, vibration of electric field occur symmetrically in all direction. Ordinary light, vibration of electric field occur symmetrically in a plane. Symmetrical in all direction in a plane perpendicular to direction of propagation of wave. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഓർഡിനറി ലൈറ്റ് ആണ്, സാധാരണ ലൈറ്റ് അല്ലെ, നമ്മൾ സാധാരണ കാണുന്ന ഒരു ലൈറ്റ്, അതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഓർഡിനറി ലൈറ്റ്, വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്ററാക്ട് ചെയ്യുമ്പോഴല്ലേ EM വേവ്സ് ഉണ്ടാവുക. അപ്പോൾ വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഒക്കർ സിമെട്രിക്കലി ഇൻ ഓൾ ഡയറക്ഷൻ ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഇവിടെ കൺഫ്യൂഷൻ വേണ്ട, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എന്ന് വിളിക്കുക. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ക്ലിയർ അല്ലേ? അതിനൊരു ഒരു പ്ലെയിൻ വരയ്ക്കുക പെർപെൻഡിക്കുലർ ആയിട്ട്. ഇതാണ് പ്ലെയിന്, പെർപെൻഡിക്കുലർ. ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ വരച്ചു. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക, ഇത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, അതിനൊരു പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ ഓർഡിനറി ലൈറ്റ്, വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഒക്കേഴ്സ് സിമെട്രിക്കലി ഇൻ ഓൾ ഡയറക്ഷൻ ഇൻ എ പ്ലെയിൻ. ഈ പ്ലെയിനിൽ ഇതാണ് പ്ലെയിൻ. ക്ലിയർ? അപ്പോൾ ഇതാണ് വൈബ്രേഷൻ വിചാരിക്കാം. ഇതാണ് വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇത് പ്ലെയിന്, ഇത് പ്ലെയിൻ. ഇതാരാണ്? vibration of electric field. Vibration of electric field, it takes place in all direction.
ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഓൾ ഡയറക്ഷൻ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ഒരു ലൈറ്റിനെ നമ്മൾ എന്ത് പറയാ, ഇങ്ങനത്തെ ഒരു ചിത്രം കാണിച്ചിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ലൈറ്റ് എന്ന് പറയാ, അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാം. ഇതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇത് നമുക്ക് സിംപ്ലി എന്ത് പറയാ, അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാം. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ സംഭവം. ഓർഡിനറി ലൈറ്റ് അല്ലെ, ഇതൊരു ഓർഡിനറി ലൈറ്റ് ആണ്. വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഒക്കർ സിമെട്രിക്കലി ഇൻ ഓൾ ഡയറക്ഷൻ. വൈബ്രേഷൻ എല്ലാ ഡയറക്ഷനിലേക്കും നടക്കും ഒരു പ്ലെയിനിൽ. ആർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡിനറി ലൈറ്റ് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, ഇത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അവിടെ അതിനൊരു പ്ലെയിൻ വരയ്ക്കുക പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ. ഡയറക്ഷൻ, ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എങ്കിൽ ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ വരച്ചു. ക്ലിയർ? അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്ലെയിൻ, ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അപ്പൊ ഈ പ്ലെയിനിൽ എല്ലാ ഡയറക്ഷനിലേക്കും നിങ്ങൾ വൈബ്രേഷൻ കാണിക്കുക. ലൈറ്റ് ആണെങ്കിൽ ആ ലൈറ്റിന്റെ വൈബ്രേഷൻ നമ്മൾ ഈ പ്ലെയിനിൽ എല്ലാ ഡയറക്ഷനിലേക്കും കാണിക്കുക. അപ്പൊ ഇതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇതിന് നമ്മൾ എന്താ പറയാ, അൺപോളറൈസ്ഡ് ലൈറ്റ്. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? അപ്പോൾ ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അതിനൊരു പ്ലെയിൻ വരച്ചു. ആ പ്ലെയിനിൽ ലൈറ്റിന്റെ വൈബ്രേഷൻ എല്ലാ ഡയറക്ഷനിലേക്കും കാണിക്കുക, എല്ലാ ഡയറക്ഷനിലേക്കും കാണിക്കുക. അപ്പൊ ഇതിനെ നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ട് അല്ലേ. നമ്മൾ ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ട്. അതേപോലെ ആ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്നാൽ എല്ലാ ഡയറക്ഷനിലേക്കും, എല്ലാ പോസിബിൾ ഡയറക്ഷനിലേക്കും ആ പ്ലെയിനിൽ ഇയാൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം ഇതാണ് നമ്മൾ എന്ത് ലൈറ്റ് എന്ന് പറയാ, അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാം. ക്ലിയർ ആണോ? അൺപോളറൈസ്ഡ് ലൈറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പോളറൈസ്ഡ് ലൈറ്റ് എന്താന്ന് പറയാം അല്ലെ. അപ്പൊ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ് ചെയ്യണം. ക്ലിയർ? അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പൊ എന്ത് ലൈറ്റ് ആണ്, അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് ഉള്ളത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളറൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ലൈറ്റ് കിട്ടും, പോളറൈസ്ഡ് ലൈറ്റ്. അപ്പൊ അടുത്ത എന്താണ്, അടുത്ത ഹെഡിങ് ആണ് പോളറൈസ്ഡ് ലൈറ്റ്. പിന്നെ അതേപോലെ ഈ അൺപോളറൈസ്ഡ് ലൈറ്റിനെ ചിലപ്പോൾ അവർ ഇങ്ങനെയും വരയ്ക്കാറുണ്ട്. ഇതൊക്കെ യൂഷ്വൽ സിംബൽസ് ആട്ടോ. അൺപോളറൈസ്ഡ് ലൈറ്റിനെ അവർ ഇങ്ങനെയും ചിത്രത്തിൽ കാണിക്കാറുണ്ട്. നിങ്ങൾ NCERT ബുക്കൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ഡോട്ട് കാണിക്കും, ഡോട്ടും ആരോയും വെച്ച് കാണിക്കും. ക്ലിയർ? അപ്പൊ ഈ ഡോട്ടും ആരോയും കമ്പൈൻഡ് ആയിട്ട് വന്നാൽ ഒന്നുകിൽ ഇങ്ങനെ കാണിക്കാം, ഒരു സോഴ്സിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും, ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അല്ലെങ്കിൽ NCERT ബുക്കിൽ ആരോ ഡോട്ട് കാണിക്കാറുണ്ട്, അതും അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ വൈബ്രേഷൻ ആണ്. ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ വൈബ്രേഷൻ, ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ വൈബ്രേഷൻ. ഹൊറിസോണ്ടൽ വൈബ്രേഷൻ. കാരണം ഒരു പ്ലെയിനിൽ എക്സും വൈയും അല്ല ഉണ്ടാവുക, അവിടെ ഒരു പ്ലെയിനിൽ രണ്ടാണ്, എക്സും വൈയും. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ. ആ വെർട്ടിക്കൽ വൈബ്രേഷൻ കാണിക്കാൻ ഈ ആരോ മാർക്കൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ വൈബ്രേഷൻ. ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെയുള്ള ഹൊറിസോണ്ടൽ വൈബ്രേഷൻ. കാരണം ഒരു പ്ലെയിനിലാകെ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ, വെർട്ടിക്കലും ഹൊറിസോണ്ടലും. അപ്പൊ ആരോ കംപ്ലീറ്റ് വെർട്ടിക്കൽ വൈബ്രേഷൻ തരും, ഡോട്ട് കംപ്ലീറ്റ് ഹൊറിസോണ്ടൽ വൈബ്രേഷൻ വരും. അപ്പൊ എല്ലാ ഡയറക്ഷനും വന്നു അല്ലെ. പ്ലെയിനിൽ എക്സ് വൈ എന്നുള്ള രണ്ട് ഡയറക്ഷനല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് വൈന്റെ ഡയറക്ഷൻ കംപ്ലീറ്റ് തരും, ഇത് എക്സിന്റെ ഡയറക്ഷൻ കംപ്ലീറ്റ് തരും. അപ്പോൾ ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ വരച്ചാൽ ആര് തന്നെയാണ്, അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചാലും അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ക്ലിയർ? അപ്പൊ അടുത്താണ് ഞാൻ എന്ത് പറയുന്നത്, പോളറൈസ്ഡ് ലൈറ്റ്. പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വെച്ചാൽ വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് റെസ്ട്രിക്റ്റഡ് to a particular direction which perpendicular to direction of propagation of wave, which perpendicular to direction of propagation of wave. അപ്പോൾ ഈ പോളറൈസ്ഡ് ലൈറ്റ് എന്താ വെച്ചാൽ അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യും, എന്നിട്ട് ഒരു ഡയറക്ഷനിലൂടെ മാത്രം കടത്തിവിടും. ദാറ്റ് മീൻസ് ഈ എല്ലാ ഡയറക്ഷനിലും ഉള്ള ആളുകൾ എന്ത് ചെയ്യില്ല, പാസ് ചെയ്യാൻ പറ്റൂല. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലൂടെ ഈ വൈബ്രേഷന് എന്ത് ചെയ്യാൻ പറ്റും, ഈ വൈബ്രേഷനിൽ എല്ലാ വൈബ്രേഷനും പോളറൈസേഷൻ നടന്നാൽ നമുക്ക് കിട്ടൂല. പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞതാണ് വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് റെസ്ട്രിക്റ്റഡ് ടു എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. പെർപെൻഡിക്കുലർ അല്ല, പെർട്ടിക്കുലർ ഡയറക്ഷൻ.
വിച്ച് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മാത്രമാക്കി മാറ്റും. ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക, പോളറൈസേഷൻ. അതിന് നമ്മൾ എന്താ പറയുക, പോളറൈസേഷൻ. ആ ലൈറ്റ് നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണ സൺഗ്ലാസസ് ഉപയോഗിക്കാറില്ല. സിമ്പിളായിട്ട് എന്താണ് ഈ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ സൺഗ്ലാസ് ഉപയോഗിക്കാറില്ലേ. അപ്പോൾ സൂര്യനെ നമ്മൾ സാധാരണ ഐ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻറ്റൻസിറ്റി കൂടിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് അടിക്കും. അപ്പോൾ സണ്ണിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ലൈറ്റ് എല്ലാ ഡയറക്ഷനിലും ഉണ്ട് വൈബ്രേഷൻ. അപ്പോൾ അത് കറക്റ്റ് നിങ്ങളെ കണ്ണിലേക്ക് അടിച്ചിട്ട് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഗ്ലെയർ ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഈസി ആയിട്ട് കാണാൻ വേണ്ടി നമ്മൾ സൺഗ്ലാസസ് ഉപയോഗിക്കാറില്ല. ഈ സൺഗ്ലാസിൻ്റെ ഡ്യൂട്ടി എന്താണ്, അത് പോളറൈസ് ചെയ്യും. അപ്പോൾ എല്ലാ വൈബ്രേഷനും നിങ്ങളുടെ കണ്ണിൽ എത്തുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അത് കാണാൻ സാധിക്കുന്നത്. ആ ഇൻറ്റൻസിറ്റി വരെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. കാരണം ആ പോളറൈസർ, ആ കണ്ണട വെച്ച് കഴിഞ്ഞാൽ സൺഗ്ലാസ് ഒരു പോളറൈസറാണ്. അയാളൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ ആ സൺലൈറ്റിനെ കടത്തി വിടുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ ഫിനോമിനെ നമ്മൾ എന്തെന്ന് പറയുക, പോളറൈസേഷൻ. അപ്പോൾ സാധാരണ നോർമൽ ലൈറ്റ് എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിലൂടെ മാത്രമേ ആരനുവദിക്കുകയുള്ളൂ, പോളറൈസേഷൻ അല്ലേ. അപ്പോൾ അത്തരം ലൈറ്റിനെ നമ്മൾ എന്താ പറയുക, പോളറൈസ്ഡ് ലൈറ്റ്. അപ്പോൾ വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് റെസ്ട്രിക്റ്റഡ് ടു എ പെർട്ടിക്കുലർ ഡയറക്ഷൻ വിച്ച് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. പക്ഷെ ആ വരുന്ന വൈബ്രേഷൻ ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്ലിയർ. അപ്പോൾ അത്തരം ലൈറ്റ് നമ്മൾ എന്താ പറയുക, പോളറൈസ്ഡ് ലൈറ്റ്. ആ ഫിനോമിന നമ്മൾ എന്താ പറയും, പോളറൈസേഷൻ. എടാ ഞാനൊരു ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും എന്താണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ പോളറൈസേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പോളറൈസർ. കൺവേർട്ട്, പോളറൈസർ എന്താ വെച്ചാൽ കൺവേർട്ട് unpolarized light into പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പോളറൈസർ എന്താണ്, പോളറൈസർ എന്നൊരു ഡിവൈസ് ആണ് വിച്ച് കൺവേർട്ട് അൺപോളറൈസ്ഡ് ലൈറ്റ് ഇൻറ്റു പോളറൈസ്ഡ് ലൈറ്റ്. നിങ്ങൾ അതിൽ ഇപ്പോൾ ഉള്ളത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്, എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേഷൻ ഉണ്ട്, അതിനൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിലൂടെ മാത്രം കടത്തിവിടുക, അതിനെയാണ് പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുക. അതാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഡിവൈസ് ആണ് പോളറൈസർ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പോളറൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത് ടൂർമലൈൻ ക്രിസ്റ്റൽ. ടൂർമലൈൻ ക്രിസ്റ്റൽ എന്നുള്ള സംഭവം ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നിക്കോൾ പ്രിസം, അല്ലെങ്കിൽ പോളറോയിഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, സാധാരണ നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന സംഭവത്തെ നമ്മൾ പോളറൈസർ എന്ന് പറയാം. പോളറൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത് ടൂർമലൈൻ ക്രിസ്റ്റൽ ഉപയോഗിക്കാറുണ്ട്. ടൂർമലൈൻ ക്രിസ്റ്റൽ, നിക്കോൾ പ്രിസം, പോളറോയിഡ്. ഓക്കെ. അപ്പോൾ ഞാൻ പറയാം എന്താണ് ഈ പോളറൈസേഷൻ. ഇപ്പം നിങ്ങളതിലുള്ളത് എന്താണ്, ഇതാണ് നിങ്ങളതിലുള്ളതെന്ന് വിചാരിക്കാം. ഇവിടെ ഇതിപ്പോൾ എന്ത് ലൈറ്റാണ്, ഇപ്പം ഈ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്ത് ലൈറ്റാണ്. ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്, എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ട്. അപ്പോൾ ഇതാരാണ്, അൺപോളറൈസ്ഡ് ലൈറ്റ്. ക്ലിയർ അല്ലേ, അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇവിടെ ഞാനൊരു പോളറൈസർ വെച്ചു, ഇതാണ് നമ്മുടെ പോളറൈസർ എന്ന സംഭവം. ക്ലിയർ. ഇതാണ് പോളറൈസർ, ഇതാണ് പാസ് ആക്സിസ് എന്ന് പറയും. ഇതാണ് ആര്, പോളറൈസർ. ഇതായി നമ്മൾ പാസ് ആക്സിസ് എന്ന് പറയും. പാസ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ആ ആക്സിസിലൂടെ മാത്രമേ കടത്തി വിടുള്ളൂ. ഇവിടെ അപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവമാണ് വിചാരിക്കുക പോളറൈസർ. ഈ പോളറൈസറിന് ഒരു സെൻട്രൽ ഒരു ആക്സിസ് ഉണ്ട് ഇങ്ങനെ. ഈ ആക്സിസിൻ്റെ അകത്തു കൂടെ മാത്രമേ ലൈറ്റ് റേസിന് കടന്നു പോകാൻ പറ്റുള്ളൂ. അതാണ് പാസ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പോളറൈസർ ആണെങ്കിൽ ഇയാളെ സെൻട്രൽ ഒരു ആക്സിസ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ആ ആക്സിസിൻ്റെ അകത്തു കൂടി ആർക്ക് കടന്നു പോകാൻ പറ്റും, ഈ വരുന്ന വൈബ്രേഷന് ഈ ആക്സിസിൻ്റെ അകത്തു കൂടിയേ കടന്നു പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ. അപ്പോൾ അയാൾ പോളറൈസ് ചെയ്യും, കാരണം എല്ലാ വൈബ്രേഷൻ ഇയാൾ കടത്തി വിടൂല. ഇവിടെ എല്ലാ വൈബ്രേഷനിലും എന്തുണ്ട്, എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേഷൻ ഉണ്ട്. അൺപോളറൈസ്ഡ് ലൈറ്റിന് എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ ഇയാൾ ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ എല്ലാ വൈബ്രേഷൻ പുറത്ത് കടക്കാൻ പറ്റുമോ, ഇല്ല. പാസ് ആക്സിസേ എന്ത് ചെയ്യുള്ളൂ, കടത്തി വിടുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇയാൾക്ക് പാസ് ചെയ്യാം. ഇയാൾക്ക് ഇതിലൂടെ പാസ് ചെയ്തൂടെ, ഇയാൾക്ക് പാസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. ദാറ്റ് മീൻസ് വെർട്ടിക്കൽ ആയിട്ട് വരുന്ന വൈബ്രേഷനൊക്കെ ഇയാൾ പാസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇതിനെ എന്താണ്, എന്ത് ലൈറ്റാണ്, പോളറൈസ്ഡ് ലൈറ്റ്.
ഇത് പോളറൈസ്ഡ് ലൈറ്റ്. മനസ്സിലായോ ഫിനോമിനൻ? അപ്പൊ ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേഷൻ ഉണ്ട്. അത് പോളറൈസർ ഉപയോഗിച്ച് ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ കടത്തി വിടുന്നുള്ളൂ. അപ്പൊ ഇയാളെ പാസ് ആക്സിസിലൂടെ ആർക്കൊക്കെ പാസ് ചെയ്യാൻ പറ്റും, അയാൾക്കൊക്കെ ഇപ്പുറത്തെത്താൻ പറ്റും. ഈ വെർട്ടിക്കൽ കോമ്പണന്റ് പാസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്ന വെർട്ടിക്കൽ ആയിട്ട് വരുന്ന എല്ലാ കോമ്പണൻസും ഇതിലൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അവരൊക്കെ ഇപ്പുറത്തെത്തും. ഇയാൾക്ക് പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? പോളറൈസ്ഡ് ലൈറ്റ് കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് പോളറൈസേഷൻ എന്നുള്ള ഫിനോമിനൻ. മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ കോമ്പണന്റ് എന്ത് വരും? ഈ കോമ്പണന്റ് എന്ത് ചെയ്യും? പാസ് ത്രൂ പോളറൈസർ. പാസ് ആക്സിസിലൂടെ പാസ് ചെയ്യും അല്ലെ? ഇങ്ങനത്തെ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള കോമ്പണൻസ് പാസ്സാവും. വെർട്ടിക്കൽ കോമ്പണന്റ് അല്ലെ? വെർട്ടിക്കൽ കോമ്പണന്റ്. ഇത് വെർട്ടിക്കൽ അല്ലേ? എടാ വെർട്ടിക്കൽ കോമ്പണന്റ് പാസ് ആക്സിസിലൂടെ പാസ് ചെയ്തു പോകും. ശരിയല്ലേ? ഇയാൾക്ക് പാസ് ചെയ്യാൻ പറ്റുമോ? ഡസ് നോട്ട് പാസ് ത്രൂ പോളറൈസർ. പോളറൈസറിലൂടെ ഇയാൾക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ പാസ് ആക്സിസിലൂടെ മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ വരുന്നതാണ് പാസ് ആക്സിസ്. ഇങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ പാസ് ചെയ്ത് പോകാൻ പറ്റും. വെർട്ടിക്കലായിട്ട് വരുന്ന ആളുകൾക്ക് പാസ് ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടലിന് പറ്റുമോ? ഇത് ഹൊറിസോണ്ടൽ കോമ്പണന്റ്. ഹൊറിസോണ്ടലിന് പാസ് ചെയ്യാൻ പറ്റും. പക്ഷെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും മാത്രമല്ലല്ലോ. ഇപ്പൊ ഇത് നോക്കിയാൽ ആരാണ്? ഇങ്ങനെ വരുന്നതൊക്കെ ഹൊറിസോണ്ടൽ കോമ്പണൻസ്. അത് പോളറൈസിന്റെ അകത്തൂടെ പോകാൻ പറ്റൂല. ഇങ്ങനെ വരുന്നതൊക്കെ ആരാണ്? വെർട്ടിക്കൽ. അവർക്കൊക്കെ പാസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നില്ല. ഇങ്ങനെ വരുന്നില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നില്ലേ? അല്ലെ? ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നില്ലെങ്കിൽ അവർ ഏത് കോമ്പണന്റ് പാസ് ചെയ്യാൻ പറ്റും? എടാ ഇങ്ങനെ വന്നതൊരു പ്ലെയിൻ അല്ലേ? ഇതാണ് ഒരു ആള് വിചാരിക്കുക. എടാ ഇയാളൊരു പ്ലെയിൻ അല്ലേ? ഇയാൾക്ക് എത്ര കോമ്പണന്റ് ഉണ്ടാവും? ഇത് നമുക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇയാൾക്കൊരു വെർട്ടിക്കലും ഉണ്ടാവും, ഹൊറിസോണ്ടലും ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ ഏത് കോമ്പണന്റ് കടന്നു പോകാൻ പറ്റും? വെർട്ടിക്കൽ കോമ്പണന്റ് എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ കോമ്പണന്റിന് പാസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? എടാ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇപ്പൊ ഇങ്ങനെ വരുന്ന വൈബ്രേഷൻ കുഴപ്പമില്ല, പാസ് ആക്സിലൂടെ കടന്നു പോകാൻ പറ്റും. ഇങ്ങനെ വരുന്ന ആൾക്ക് ഒരിക്കലും പാസ് ആക്സിലൂടെ കടന്നു പോകാൻ പറ്റില്ല. അപ്പൊ ആ വൈബ്രേഷനെ റെസ്ട്രിക്ട് ചെയ്യും പോളറൈസർ. ഇനി ഇങ്ങനെയാണ് വന്ന് നീയാക്കി, ഇങ്ങനെയാണ് വന്ന് നീയാക്കുക. ഒരു വൈബ്രേഷൻ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിലാണ് രണ്ട് കോമ്പണന്റ് ഉണ്ടാവും. ഇതായാലും എക്സ് കോമ്പണന്റ്, ഇത് വൈ കോമ്പണന്റ്. പക്ഷെ വൈ കോമ്പണന്റ് ഏതിലൂടെ പാസ് ചെയ്യുക? എക്സ് കോമ്പണന്റ് പാസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ വൈ കോമ്പണന്റിന്, വെർട്ടിക്കൽ കോമ്പണന്റിന് പാസ് ആക്സിലൂടെ പാസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുക? പോളറൈസ്ഡ് ലൈറ്റ് കിട്ടുക. ക്ലിയർ ആണോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്റൻസിറ്റി കുറയും അല്ലേ? കാരണം ഇപ്പൊ വൈനെ ഇയാൾക്ക് എന്തുണ്ട് ശരിക്ക്? എടാ ഇയാൾക്ക് ഇപ്പോ എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് എക്സും വൈയും ഇല്ലേ? എടാ ഇയാളൊരു പ്ലെയിനിലാണ് ഇരിക്കുന്നത് അല്ലെ? ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു പ്ലെയിനിലാണ് ഇരിക്കുന്നത്. അപ്പൊ അയാൾക്ക് എക്സും വൈയും ഇല്ലേ? പക്ഷെ അതിൽ ആരെ മാത്രമേ ഇയാൾ ഇങ്ങോട്ട് കടത്തി വിടുന്നുള്ളൂ? വൈനെ മാത്രം. ഒന്നുകിൽ കറക്റ്റ് വൈനെ കടത്തി വിടും, അല്ലെങ്കിൽ വൈൻ്റെ കോമ്പണന്റിനെ അല്ലെ? ഇങ്ങനെയാണെങ്കിൽ വൈനെ കടത്തി വിടും, ഇങ്ങനെയാണെങ്കിൽ ആരും കടത്തി വിടുന്നില്ല. ഇങ്ങനെ വന്നാലോ? ഇങ്ങനെ വന്നാൽ അയാളെ വൈ കോമ്പണന്റിനെ കടത്തി വിടും. ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇയാൾ വൈനെ മാത്രമേ കടത്തി വിടുള്ളൂ. അപ്പൊ ഇയാളെ ഇന്റൻസിറ്റി 2I0 ആണെങ്കിൽ ഇയാളെ ഇന്റൻസിറ്റി I0 ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ പോളറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഇന്റൻസിറ്റി ഹാഫ് ആവും. കാരണം ഇനീഷ്യലി ഇതൊരു പ്ലെയിൻ ആണ്, പ്ലെയിനിൽ എക്സും വൈയും ഉണ്ട്. ശരിയല്ലേ? ഇപ്പൊ അയാൾ ആരെ മാത്രമേ കടത്തി വിടുന്നുള്ളൂ? വൈനെയും വൈ കോമ്പണന്റിനെയും മാത്രമേ കടത്തി വിടുന്നുള്ളൂ അല്ലെ? ഈ പോളറൈസർ വൈനെ കടത്തിവിടും, വൈ കോമ്പണന്റിനെ കടത്തിവിടും. ദാറ്റ് മീൻസ് എക്സ് കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പൊ ഇന്റൻസിറ്റി പകുതിയായി. എക്സ് വൈ ഉള്ളത് വൈ മാത്രമായി മാറി. അപ്പൊ 2I0 ഉണ്ടെങ്കിൽ ആരായിരിക്കും? പോളറൈസ് ലൈനിന്റെ ഇന്റൻസിറ്റി I0 ആയിട്ടുണ്ടാവും. ഇനി ഇത് I0 ആണെങ്കിലോ? ഇത് I0/2 ആയിട്ടുണ്ടാവും. മനസ്സിലായോ? അത് കൃത്യമായിട്ട് നോക്കണം. അൺപോളറൈസ്ഡ് ലൈറ്റ് I0 ആണെങ്കിൽ പോളറൈസ്ഡ് ലൈറ്റ് I0/2 ആയിട്ടുണ്ടാവും. അൺപോളറൈസ്ഡ് ലൈറ്റ് 2I0 ആണെങ്കിൽ പോളറൈസ്ഡ് ലൈറ്റ് I0 ആയിട്ടുണ്ടാവും. മനസ്സിലായോ? സാധാരണ നമ്മൾ I0 വെച്ചിട്ടാണ് പറയാറ്. അതുകൊണ്ടാണ് ഇത് 2I0 എടുക്കാനുള്ള കാരണം പോളറൈസേഷൻ വെച്ചിട്ടാണ് അവർ പറയാറ്. ക്ലിയർ? അപ്പൊ ചുരുക്കി പറഞ്ഞ റിസൾട്ട് ഇത്രയേ ഉള്ളൂ. ഇന്റൻസിറ്റി ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് ഈസ് ഹാഫ് ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ശരിയല്ലേ? അപ്പൊ ഇന്റൻസിറ്റി ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് ഈസ് ഹാഫ് ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സൺഗ്ലാസസ് വെച്ച് ഈസി ആയിട്ട് കാണാൻ സാധിക്കുന്ന ഇന്റൻസിറ്റി ആയിട്ട് റെഡ്യൂസ് ചെയ്തു, ഹാഫ് ആക്കിയിട്ട്. ക്ലിയർ? അപ്പൊ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ പറയാ? പോളറൈസേഷൻ. ക്ലിയർ അല്ലേ? അടുത്ത ശ്രദ്ധിക്കുക, ഈ പോളറൈസേഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ് മാലസ് ലോ. മാളൂസ് ലോ അല്ല, മാലസ് ലോ. ഓക്കെ? മാലസ് ലോ. അപ്പൊ ഈ മാലസ് ലോ എന്താ വെച്ചാൽ ഈ
നമുക്കറിയാം പോളറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റിക്ക് വേരിയേഷൻ ഇല്ലേ? ആ ഇൻറ്റൻസിറ്റിൻ്റെ വേരിയേഷൻ ആരെ എക്സ്പ്ലെയിൻ ചെയ്തത്? മാലസ്. എക്സ്പ്ലെയിൻ the variation of intensity of polarized light. അപ്പോൾ ഈ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഒരു വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. അതാണ് ആര് എക്സ്പ്ലെയിൻ ചെയ്തത്? മാലസ് എക്സ്പ്ലെയിൻ ചെയ്തത്. ശരിയാണോ? അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക, ആദ്യം ഞാനൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് എടുത്തു വിചാരിക്കാം. ഇതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. എടാ ഇങ്ങനെയും വരയ്ക്കുക അൺപോളറൈസ്ഡ് ലൈറ്റിനെ. ശരിയാണോ? അവിടെ ഡോട്ട് കാണിച്ചാൽ മതി അല്ലേ? അപ്പോൾ ഇതെന്ത് ലൈറ്റാണ്? അൺപോളറൈസ്ഡ്. ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഇയാൾ ഇൻറ്റൻസിറ്റി ഞാൻ 2I0 എടുത്തു വിചാരിക്കുക. ഇയാൾ ഇൻറ്റൻസിറ്റി ഞാൻ 2I0 എടുത്തു വിചാരിക്കുക. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സും വൈയും അല്ലേ? നമ്മളൊരു പ്ലെയിനിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ 2 കോമ്പണൻ്റ് ഉള്ളൂ, അല്ലെങ്കിൽ 2 വാല്യൂസ് ഉള്ള എക്സും വൈയും. വൈ കാണിക്കാൻ ആരോ, എക്സ് കാണിക്കാൻ ഡോട്ട്. ക്ലിയർ? എക്സ് ഹൊറിസോണ്ടൽ വൈബ്രേഷൻ, ഡോട്ടാണ് ഹൊറിസോണ്ടൽ വൈബ്രേഷൻ, ആരോ ആണ് വെർട്ടിക്കൽ വൈബ്രേഷൻ. അപ്പോൾ അത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആയില്ലേ? സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ഞാനിവിടെ ആരോ വെച്ചു? പോളറൈസർ വെച്ചു. ഇതാണ് പോളറൈസർ. ശരിയല്ലേ? ഇതാണ് പോളറൈസർ, ഇതാണ് അയാളെ പാസ് ആക്സിസ്. അല്ലേ? അപ്പോൾ അയാൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആക്സിസ് ആണ് പാസ് ആക്സിസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇയാൾ വൈ വരുന്ന ആളെയൊക്കെ കടത്തി വിടും അല്ലേ? ഹൊറിസോണ്ടൽ വൈബ്രേഷന് പാസ് ചെയ്യാൻ പറ്റൂല, അതൊക്കെ ബ്ലോക്ക് ചെയ്യും ഇയാൾ. പക്ഷേ വെർട്ടിക്കൽ വൈബ്രേഷൻ ഒക്കെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ശരിയാണോ? ഇവിടെ നമുക്ക് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ശരിയാണോ? ഇവിടെ നമുക്ക് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ഇയാൾ ഇൻറ്റൻസിറ്റി ഹാഫ് ആയിട്ടുണ്ടാവും. കാരണം തുടങ്ങുമ്പോൾ എക്സ് വൈ ഉണ്ട്, തുടങ്ങുമ്പോൾ എക്സും വൈ ഉണ്ട്. എക്സിനെ ഇയാൾ ബ്ലോക്ക് ചെയ്തു, അപ്പോൾ അവിടെ വൈ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 2I0 ആണെങ്കിൽ അത് I0 ആയി. ക്ലിയർ അല്ലേ? ഇത് നമ്മളിപ്പോൾ പഠിച്ച സംഭവമാണ് അല്ലേ? പോളറൈസേഷൻ എന്നുള്ള ഫിനോമിനൻ. ഈ സാധനമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം? നിക്കോൾ പ്രിസോ, ടൂർമലൈൻ ക്രിസ്റ്റലൊക്കെ ഉപയോഗിക്കുക, പോളറോയിഡൊക്കെ ഉപയോഗിക്കുക. ക്ലിയർ? ഇനി അടുത്ത് എന്ത് വെച്ചാൽ ഇവിടെ ഒരു അനലൈസർ എന്നുള്ള സംഭവം. അത് ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പോളറൈസർ തന്നെയാണ്, പക്ഷേ അയാൾക്ക് പറയുന്ന പേര് അനലൈസർ എന്നാണ്. ഒരു പോളറൈസർ തന്നെയാണ്, അത് അനലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊണ്ട് അയാൾക്ക് പറഞ്ഞ പേരാണെന്ത്? അനലൈസർ. ഇതാണ് അയാളെ പാസ് ആക്സിസ്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, രണ്ടും ഇതും പോളറൈസറാണ്, ഇതും പോളറൈസറാണ്. ഞാൻ ആ ഇൻറ്റൻസിറ്റി എനിക്ക് മനസ്സിലാവണം. ആ ഇൻറ്റൻസിറ്റി മനസ്സിലാവാൻ വേണ്ടിയിട്ട് അനലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇയാൾക്ക് എന്ത് പേര് പറഞ്ഞത്? അനലൈസർ. ഇയാളിപ്പോൾ ഇങ്ങനെ വെച്ചാൽ എന്താ സംഭവം? ഇതേ ആളുകളൊക്കെ പുറത്തെത്തും. ശരിയല്ലേ? ഇതേ ആളുകളൊക്കെ പുറത്തെത്തും, വേറെ ഒരു പ്രശ്നവും സംഭവിക്കൂല. ശരിയാണോ? കാരണം ഈ 3 വെർട്ടിക്കലുമായിട്ട് വന്ന ആളുകൾ ഈ പാസ് ആക്സിലൂടെ തിരിച്ചു പോകും. അപ്പോൾ ഇത് I0 ആണെങ്കിൽ ഇവിടെ ആരെ തന്നെ കിട്ടും? I0 കിട്ടും. ശരിയാണോ? ഇത് I0 ആണെങ്കിൽ ഇതും I0 തന്നെ കിട്ടും, കാരണം ഇത് അനലൈസറിലൂടെ പുറത്തെത്തി. മനസ്സിലായോ? ഓക്കെ, അടുത്തത് 1-2 ചിത്രം വരയ്ക്കണം. സംഭവം എളുപ്പമാണ്, പക്ഷെ അങ്ങനെ വരച്ചുണ്ടാക്കണം. ഓക്കെ, ഇനി അടുത്തത് ഇതാന്ന് വിചാരിക്കാം. അത് അടുത്ത ചിത്രം. ഇത് എന്ത് ലൈറ്റ് തന്നെയാണ്? അൺപോളറൈസ്ഡ് അല്ലേ? അൺപോളറൈസ്ഡ് 2I0 എടുത്ത് ഇൻറ്റൻസിറ്റി. ഞാനിവിടെ ഒരു ആരെ വരച്ചു? ഇത് പാസ് ആക്സിസ്, ഇത് പോളറൈസർ. പോളറൈസർ ആരെ കടത്തിവിടും? വെർട്ടിക്കൽ കോമ്പണൻസിനെ കടത്തിവിടും. അപ്പോൾ ഏത് ലൈറ്റായി? ഇത് പോളറൈസ്ഡ് ആയി. ഇത് പോളറൈസ്ഡ് ലൈറ്റായി, ഇൻറ്റൻസിറ്റി I0 ആയി. പോളറൈസ്ഡ് ലൈറ്റായി, ഇൻറ്റൻസിറ്റി I0 ആയി. ക്ലിയർ അല്ലേ? ആണോ? ഇനി ശ്രദ്ധിക്കുക, വെറുതെ ഇങ്ങനെ വരച്ചിട്ട് കാര്യമില്ലല്ലോ. അനലൈസറിനെ ഞാൻ ഇങ്ങനെ വെച്ചു. ഇതാണ് അനലൈസർ. ഈ അനലൈസറിന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ കോമ്പൗണ്ടൊക്കെ പാസ് ചെയ്യാൻ പറ്റും? ഇനി ഇല്ല. നേരത്തെ ഞാൻ എന്തായിരുന്നു? ആദ്യത്തെ ചിത്രം നോക്ക്, ഞാൻ പോളറൈസറിന് ഇങ്ങനെ വെച്ചു, അനലൈസറിന് ഇങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും പാസ് ആക്സിലൂടെ പുറത്ത് പോയി. ഇപ്പം ഞാൻ പോളറൈസറിന് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചപ്പോൾ വെർട്ടിക്കൽ ആൾക്കാരൊക്കെ ഇവിടെ എത്തി, പോളറൈസ്ഡ് ആയി. പക്ഷേ അനലൈസറിനെ കൊണ്ട് ഇങ്ങനെ വെച്ചു. അനലൈസറിന് ഇങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ പാസ് ആക്സിസിലൂടെ ഇയാൾക്ക് പാസ് ചെയ്യാൻ പറ്റുമോ?
എടാ പാസ് ആക്സിലൂടെ ഇവർക്ക് പോകാൻ പറ്റുമോ? ഇല്ല. കാരണം എക്സ് ഹൊറിസോണ്ടൽ വരുന്ന ആൾക്ക് പോകാൻ പറ്റുമായിരുന്നു. ഹൊറിസോണ്ടൽ ആൾ ഇല്ല, എപ്പുറത്താണ് കിടക്കുന്നത് അല്ലെ? ഹൊറിസോണ്ടൽ ആളെ ഇയാൾ ബ്ലോക്ക് ചെയ്തു, എന്നിട്ട് വെർട്ടിക്കൽ ആൾ ഇപ്പുറത്തെത്തി. ഇപ്പൊ ഈ വെർട്ടിക്കൽ ആൾക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ വെച്ചാലേ പാസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പുറത്ത് എന്ത് കിട്ടും? ഇവിടെ ഇന്റൻസിറ്റി 0 ആവും അല്ലെ? ഇവിടെ ഇന്റൻസിറ്റി 0 ആവും, കാരണം അവിടെ ലൈറ്റ് റേസിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ വെർട്ടിക്കൽ കോമ്പണന്റ് ഉള്ള പോളറൈസ്ഡ് ലൈറ്റിന് ഇപ്പൊ ഈ അനലൈസറോടെ പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അനലൈസർ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, പോളറൈസറുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അനലൈസർ വെച്ചിട്ടുള്ളത്. പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ സാധനങ്ങൾക്കൊന്നും ഇവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ ഇന്റൻസിറ്റി 0 ആയി മാറി. ക്ലിയർ ആണോ? ഇനി മൂന്നാമത്തെ ചിത്രം. ഇതാരാണ്? അൺപോളറൈസ്ഡ് ലൈറ്റ്. അൺപോളറൈസ്ഡ് ലൈറ്റ് ഇന്റൻസിറ്റി 2I0. ക്ലിയർ? ഇവിടെ ഞാൻ ആരെടുത്തു? ഓക്കെ, വൃത്തിക്ക് വരക്കിട്ടാ. ഇത് പാസ് ആക്സിസ്, പാസ് ആക്സിസ്, ഇത് പോളറൈസർ. ശരിയല്ലേ? പോളറൈസറിലൂടെ പാസ് ചെയ്യും, വെർട്ടിക്കൽ കോമ്പണന്റൊക്കെ പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? എടാ ഇവിടെ എന്ത് കിട്ടി? പോളറൈസ്ഡ് ലൈറ്റ് കിട്ടി. പോളറൈസ്ഡ് ലൈറ്റ് കിട്ടി, ഇന്റൻസിറ്റി പകുതിയായിട്ടുണ്ടാവും, I0. ക്ലിയർ? ഇനി ശ്രദ്ധിക്കുക, ഞാൻ അനലൈസർ ഞാൻ ഇങ്ങനെ കൊണ്ട് വെച്ചു, കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചു. അനലൈസർ ഞാൻ ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചു. ക്ലിയർ? അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ എന്തായാലും എന്ത് സംഭവിക്കും? എടാ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആദ്യം ഇയാൾ ഇങ്ങനെയാണ് ഉള്ളത്. എടാ ഇങ്ങനെയുള്ളപ്പോൾ ആംപ്ലിറ്റ്യൂഡ് A ആണെന്ന് വിചാരിക്കുക. കാരണം ആംപ്ലിറ്റ്യൂഡ് വെച്ചിട്ട് നമുക്ക് ഇന്റൻസിറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇയാൾ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെയുള്ളതെന്ന് വിചാരിക്കുക. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? അനലൈസർ ഞാൻ കുറച്ച് ചെരിച്ചല്ല വെച്ചത്. അനലൈസർ ഞാൻ കുറച്ച് ചെരിച്ചു വെച്ചു. ശരിയല്ലേ? ചെരിച്ച് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പൊ ഇയാൾ ഇങ്ങനെയായില്ലേ? അപ്പൊ ഇങ്ങനെയാകുമ്പോൾ ഈ ആംഗിളാണ് തീറ്റ, ഈ ആംഗിളാണ് തീറ്റ. അപ്പൊ അത് ഏതാ കോമ്പണന്റ്? എടാ അടുത്ത് വരുന്ന കോമ്പണന്റ്, അഡ്ജസ്റ്റന്റ് കോമ്പണന്റ് ആരായിരിക്കും? A cos തീറ്റ. ക്ലിയർ ആണോ? എടാ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ആദ്യത്തെ കേസിൽ ഇതിനെയാണ് കടത്തി വിടുന്നത്. അപ്പൊ ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ഇപ്പൊ നിങ്ങളെ പാസ് ആക്സി ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നുമ്പോൾ ഇതിലൂടെ അല്ലേ കടന്നു പോവുക? ആർക്കാണ് കടന്നു പോകാൻ പറ്റുക? ഈ ആംഗിളാണ് തീറ്റ. അല്ലാണ്ട് ഈ നമ്മൾ സാധാരണ ഹൊറിസോണ്ടലുമായിട്ടാണ് തീറ്റ എടുക്കാറ്. പക്ഷെ നമ്മൾ ഇപ്പൊ എടുക്കുന്നത് ഇതാണ് A, ഇതാണ് ഇപ്പോഴത്തെ പാസ് ആക്സിസ്. അപ്പൊ ഇതല്ല തീറ്റ. അപ്പൊ ഇത് ഏത് കോമ്പണന്റ് ആണ്? അഡ്ജസ്റ്റന്റ് A cos തീറ്റ. അപ്പൊ ഇയാൾ ആരെ കടത്തി വിടും? എടാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻക്ലൈൻഡ് ആയി. ഇൻക്ലൈൻഡ് ആകുമ്പോൾ ഒരു ഏതൊക്കെ കോമ്പണന്റ് വരും? A cos തീറ്റയും വരും. ഇത് ആരുമായിരിക്കും? A sin തീറ്റ ആയിരിക്കും അല്ലെ? ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ഇത് തീറ്റ എടുത്തു. അപ്പൊ അഡ്ജസ്റ്റന്റ് A cos തീറ്റ, അതേപോലെ തന്നെ ഇത് A sin തീറ്റ വരും. അപ്പൊ ഇത് ഏത് കോമ്പണന്റിനെ കടത്തി വിടുക? ഇയാൾ ഇരിക്കുന്നത് ഇതല്ലേ? അപ്പൊ A cos തീറ്റനെ കടത്തി വിടും. അപ്പൊ ഇതിൽ എന്ത് ചെയ്യും? അലോ കോസ് കോമ്പണന്റ്, അലോ കോസ് കോമ്പണന്റ്. ദാറ്റ് മീൻസ് A cos തീറ്റനെ ഇയാൾ കടത്തി വിടും. A cos തീറ്റനെ ഇയാൾ കടത്തി വിടും. അപ്പൊ ഇന്റൻസിറ്റി എന്താണ്? ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? അപ്പൊ A square cos square തീറ്റ ആയിരിക്കും ഇന്റൻസിറ്റി. I dash is equal to A square I0 square, I0 square cos square തീറ്റ, I0 square cos square തീറ്റ. കാരണം A cos തീറ്റനെ ഇയാൾ കടത്തി വിടും. അപ്പൊ ഇന്റൻസിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഇതിനെ സ്ക്വയർ ചെയ്യുക, A square cos square തീറ്റ അല്ലെ? ഈ I0ക്ക് തുല്യമായതാണ് A square അല്ലെ? അപ്പോൾ I dash is equal I0 square cos square തീറ്റ. കാരണം ഇവിടെ I0 ഉണ്ട്. I0ക്ക് തുല്യമായ ആംപ്ലിറ്റ്യൂഡാണ് ഞാൻ ഇപ്പോഴത്തെ A, അല്ലെങ്കിൽ A0 എടുത്തോളം സംശയം ഉണ്ടെങ്കിൽ A0. അപ്പോൾ ഇത് A0 cos തീറ്റ, A0 cos തീറ്റ, A0 cos തീറ്റ, A0 sin തീറ്റ. ഇയാൾ A0 cos തീറ്റനെ കടത്തി വിടും, A0 cos തീറ്റനെ കടത്തി വിടും. അപ്പോൾ ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ എന്താ കിട്ടുക? A0 സ്ക്വയർ cos സ്ക്വയർ തീറ്റ. A0 സ്ക്വയർ ആരാണ്? I0ക്ക് തുല്യമാണ് A0 സ്ക്വയർ അല്ലേ? അപ്പോൾ I ഡാഷ് എന്ത് കിട്ടി? I0 സ്ക്വയർ cos സ്ക്വയർ തീറ്റ. ഇതാണ് മാലസ് ലോ. അപ്പോൾ മാലസ് ലോ പറഞ്ഞ എന്താണ്? എ പോളറൈസ്ഡ് ലൈറ്റ് ഹിറ്റ് ഓൺ എ റൊട്ടേറ്റിംഗ് അനലൈസർ, ഇന്റൻസിറ്റി കണ്ടിന്യൂസ്ലി വാരീസ്. ശരിയല്ലേ? എടാ ഇപ്പൊ നിങ്ങളുള്ള ഒരു പോളറൈസ്ഡ് ലൈറ്റ് ഒരു അനലൈസറിൽ, റൊട്ടേറ്റിംഗ് അനലൈസറിൽ പോയി വീണാൽ വായിച്ച പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ലൈറ്റ്, ഒരു റൊട്ടേറ്റിംഗ് അനലൈസർ, അതാണ് ഈ ആരോ മാർക്ക് ഇങ്ങനെ കാണിച്ചില്ല. റൊട്ടേറ്റ് ചെയ്യുന്ന അനലൈസർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഇന്റൻസിറ്റി കണ്ടിന്യൂസ്ലി വേരി ചെയ്യും. ഇന്റൻസിറ്റി മാക്സിമം കിട്ടാം, ഇന്റൻസിറ്റി മിനിമം കിട്ടാം, അതിന് രണ്ടിന് ഇടയ്ക്കും കിട്ടാം. അല്ലപ്പോൾ മനസ്സിലായത്? ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇന്റൻസിറ്റി മാക്സിമം കിട്ടി. ഇവിടെ ഇന്റൻസിറ്റി മിനിമം കിട്ടി, ഇതിന് രണ്ടിന് ഇടയ്ക്ക് കിട്ടി. ദാറ്റ് മീൻസ് ഇയാൾ ആ
കോസ് കോമ്പണന്റിനെ മാത്രമേ കടത്തി വിടുള്ളൂ. ഇതാണ് ആംഗിൾ തീറ്റ. ഇതാണ് പോളറൈസർ, ഇതാണ് അനലൈസർ. ഇവർക്കിടയിലുള്ള ആംഗിളാണ് തീറ്റ. ഇവരെ പാസ് ആക്സിന്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന ആൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ആംഗിളാണ് നോക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ ഇതാണ് പോളറൈസർ, ഇതാണ് അനലൈസർ എന്ന് വിചാരിക്കുക. ഇപ്പൊ എത്രയാണ് ആംഗിൾ? 0. ഇങ്ങനെ വെച്ചാൽ 180, ഇങ്ങനെ വെച്ചാൽ 90. അപ്പൊ ഇങ്ങനെ വെച്ചാലോ ഈ ആംഗിളാണ് നോക്കേണ്ടത്. ഇയാൾ ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് എടീ ബ്ലാക്ക് ഹെഡും ബ്ലൂ ഹെഡും തമ്മിലുള്ള ആംഗിൾ നോക്ക്, അതാണ് തീറ്റ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് അയാൾ കോസ് കോമ്പണന്റിനെ കടത്തി വിടാനുള്ള കാരണം. അതുകൊണ്ടാണ് ഇന്റൻസിറ്റി I0 കോസ് സ്ക്വയർ തീറ്റ ചെയ്തത്. അപ്പോൾ ഇതാണ് മാലസ് ലോ. I' = I0 കോസ് സ്ക്വയർ തീറ്റ എന്താണ് പറയുന്നത്? അപ്പോൾ ഇതാണ് മാലസ് ലോ ആയിട്ട് എഴുതുന്ന മാത്തമാറ്റിക്കൽ ഫോർമുല. I' എന്ന് പറയുന്നത് അനലൈസറിലൂടെ കിട്ടിയ ഇയാളെ ഇന്റൻസിറ്റി, അല്ല ഇവിടെ കിട്ടിയ ഇന്റൻസിറ്റിയാണ് I'. അത് I0² കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. അങ്ങനെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ അനലൈസർ നിങ്ങൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, എ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ലൈറ്റ് fall on a rotating analyzer, the intensity continuously varies. അതാണ് മാലസ് പറഞ്ഞത്. അത് ശരിയാണ്, നമുക്ക് മനസ്സിലായി. ഈ 3 കേസൊക്കെ മനസ്സിലായില്ലേ? ഇന്റൻസിറ്റി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇന്റൻസിറ്റി മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോളറൈസ്ഡ് ലൈറ്റിന് അടുത്തൊരു അനലൈസർ വെക്കണം. എന്നിട്ട് അനലൈസർ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തീറ്റ മാറും. തീറ്റ മാറുന്നതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളറൈസ്ഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാറും. ഇതാണ് മാലസ് പറഞ്ഞത്. സോ മാലസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ലൈറ്റ് fall on an analyzer, rotating analyzer, the intensity continuously varies. ആ ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് I' = I0 കോസ് സ്ക്വയർ തീറ്റ. ക്ലിയർ? അപ്പൊ എപ്പോഴാണ് നമുക്ക് തീറ്റ വാല്യൂ 0യോ 180യോ വന്നാൽ എന്ത് സംഭവിക്കും? എടാ തീറ്റ 0 or 180 ഡിഗ്രി, അപ്പൊ ഇന്റൻസിറ്റി നിങ്ങൾക്ക് മാക്സിമം കിട്ടും. ശരിയാണോ? എടാ 0 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇങ്ങനെ വെക്കാം. ഇത് നിങ്ങളെ പോളറൈസർ, ഇത് നിങ്ങളെ അനലൈസർ. ഇങ്ങനെ വെച്ചാൽ 0 ഡിഗ്രി മാക്സിമം ഇന്റൻസിറ്റി കിട്ടും. അല്ലെങ്കിൽ തിരിച്ചും വെക്കാം. തിരിച്ചും വെച്ചാൽ കറക്റ്റ് വെർട്ടിക്കൽ കോമ്പണന്റ് പാസ് ചെയ്തൂടെ? അപ്പോൾ തീറ്റ 0യോ 180യോ വന്നാൽ, കാരണം അത് -1 ആണ്, -1ന്റെ സ്ക്വയർ പ്ലസ് ആയി മാറും അല്ലേ? അപ്പോൾ I മാക്സിമം കിട്ടും. അതാണ് ഏത് ചിത്രത്തില്? ഫിഗർ എ. ഫിഗർ എ. കാരണം ഇത് ഫിഗർ എ, ഇത് ഫിഗർ ബി, ഇത് ഫിഗർ സി. ക്ലിയർ? ഇനി ഇഫ് തീറ്റ = 90 ഡിഗ്രി, I 0 ഇന്റൻസിറ്റി മിനിമം ആവും. എപ്പോഴാണ് കിട്ടുക? 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ പോളറൈസർ, അനലൈസർ ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ, അല്ല ഇങ്ങനെ ഇരുന്ന് അനലൈസർ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ ഒറ്റ ഇന്റൻസിറ്റി നിങ്ങൾക്ക് കിട്ടൂല. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കാണെങ്കിലോ തീറ്റ ബിറ്റ്വീൻ 0 to 90 ഡിഗ്രി. അപ്പം എന്താണ്? I' = I0² കോസ് സ്ക്വയർ തീറ്റ. I0² കോസ് സ്ക്വയർ തീറ്റ. മൂന്നാമത്തെ കേസ് സി. ഫിഗർ സി നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചു. ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്റൻസിറ്റി കാണാൻ 0ന്റെയും 90ന്റെയും ഇടയ്ക്ക്, ദാറ്റ് മീൻസ് ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അല്ല ഇങ്ങനെ റൊട്ടേറ്റ്. അപ്പം നമ്മളെ ആക്സിസ് ഇതാണ് നോക്കുക, അതാണ് പ്രത്യേകത. അപ്പം ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് തീറ്റ, ഈ ആംഗിളാണ് തീറ്റ. ഇങ്ങനെ വന്ന് 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 ഇത് 180 ആയി. അല്ല പിന്നെ ഇങ്ങനെ പോകും. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് നോക്കുക, അല്ല ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് നമ്മൾ നോക്കുക തീറ്റ അല്ല. അപ്പോൾ അത് ഇന്റൻസിറ്റി കണ്ടിന്യൂസ്ലി വാരി ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ആ ഫോർമുലയുടെ I' = I0² കോസ് സ്ക്വയർ തീറ്റ. ഈ I0 ആരാണ്? മാറിപ്പോയത്. ഈ I0 ആരാണ്? അത് ഈ പോളറൈസ്ഡ് ലൈറ്റ് ഇന്റൻസിറ്റിയാണ്. ചില ക്വസ്റ്റിൽ ഇവിടെ I0 തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ I0/2 എടുക്കണം. കാരണം നമ്മളെപ്പോഴും നിങ്ങളുടെ NCERT ബുക്കിൽ ഇത് 2I0 ആണ് അല്ലേ? അപ്പോൾ അത് പോളറൈസ് ചെയ്യുമ്പോൾ I0 വരും. കാരണം ഈ പോളറൈസ്ഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റിയാണ് ഇവിടെ വരുന്ന സാധനം. പിന്നെ അത് അനലൈസറിലൂടെ പാസ് ചെയ്യുന്നത്. ചില ക്വസ്റ്റിൽ ഇവിടെ I0 തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോമിലേക്ക് എന്ത് മാറ്റം വരും? ഇവിടെ I0/2 എടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ അല്ല, പോളറൈസ്ഡ് ലൈറ്റിന്റെയാണ്. അത് ശ്രദ്ധിച്ചാൽ മതി ആ ഫോമിലല്ലേ. ഇത് എപ്പോഴും എന്താണ്? ഇന്റൻസിറ്റി ഓഫ് പോളറൈസ്ഡ് ലൈറ്റ്. അത് പിന്നെ അനലൈസറിലൂടെ പോകുമ്പോൾ വീണ്ടും ഇന്റൻസിറ്റി മാറുന്നതാണ് മാലസ് പറഞ്ഞത്. ശരിയല്ലേ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് നമ്മുടെ NCERT I0² ആണ് എഴുതിയിട്ടുള്ളത്. കാരണം അൺപോളറൈസ്ഡ് ലൈറ്റ് എപ്പോഴും 2I0 അവരെടുത്തതുകൊണ്ട് അല്ലേ? ചിലപ്പോൾ എൻട്രൻസിനൊക്കെ ഇത് I0 വെച്ച് ചോദിക്കുക. ഇത് I0 മുതൽ I0/2 പോകണം. ക്ലിയർ ആണോ? ഇതാണ് മാലസ് ലോ. ഓക്കെ, നമുക്ക് മാലസുമായി ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമുക്ക് 1-2 കൂടി സംഭവം ക്ലിയർ ആകും. Two Polaroid placed
ടു പോളറോയിഡ് പ്ലേസ്ഡ് അല്ലെ. പോളറോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് പോളറോയിഡ് മറ്റേ അനലൈസറുമാണ് അല്ലേ. പാരലൽ ടു ഈച്ച് അതർ. Parallel to each other. One of them is rotated. One of them is rotated through 60 degree. Calculate intensity. Calculate intensity. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? Two polaroids are placed parallel to each other. ഇതിൻ്റെ അർത്ഥം അവർ ഇങ്ങനെ വെച്ചു നടത്തും. Two polaroids are placed parallel to each other. അപ്പോൾ ഇത് I0 അപ്പുറത്തും I0 തന്നെ കിട്ടും. അവിടെ രണ്ട് പോളറോയിഡ് പാരലൽ ആയിട്ട് വെച്ചാൽ ഇതിലൂടെ വന്ന് ഇവിടെ പോളറൈസ്ഡ് ആയിട്ട് I0 കിട്ടിയാൽ അപ്പുറത്തും I0 കിട്ടും. ഇനി എന്ത് ചെയ്തു? വൺ ഓഫ് ദം ഈസ് റൊട്ടേറ്റഡ് 60 ഡിഗ്രി. അയാൾ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു അല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് പാരലായിട്ട്. അവിടുന്ന് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് രണ്ടാൾക്കിടെയുള്ള പാസ് ആക്സിസ് എത്രയാണ്? പാസ് ആക്സികൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? I dash is equal to I0 square cos square theta. So I dash is equal to I0 square. I0 എന്നത് എന്താണ്? ആദ്യത്തെ പോളറൈസറിലൂടെ വന്ന് പോളറൈസ് ചെയ്ത ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി. മറ്റേത് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ I0 സ്ക്വയർ കോസ് സ്ക്വയർ 60. അപ്പോൾ I0 സ്ക്വയർ ഇൻറ്റു കോസ് 60 എത്രയാണ്? 1/2. അപ്പോൾ 1/2 ഇൻറ്റു 1/2 ഇത്രയും. ഇൻറ്റൻസിറ്റി I0 സ്ക്വയർ ബൈ 4 അല്ല. ഇൻറ്റൻസിറ്റി I0 സ്ക്വയർ ബൈ 4 ശരിയല്ലേ? അപ്പോൾ ഇതാണ് മാലസ് പറഞ്ഞത്. ഒരാൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഇൻറ്റൻസിറ്റി കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്ന പറഞ്ഞത്? കുറയുന്നതാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ടു പോളറോയിഡ് P1 and P2 are placed with their two polaroid P1 and P2 are placed with their pass axis perpendicular to each other. Two polaroid P1 and P2 are placed with their pass axis perpendicular to each other. Unpolarized light of intensity 2I0 hit on P1. 2I0 hit on P1. A third polarizer P3 kept in between P1 and P2. In between P1 and P2 such that pass axis make 60 degree with P1. 60 degree with P1. Determine intensity through P1, P2, P3. Intensity through P1, P2, P3. അവിടെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ടു പോളറോയിഡ് P1 ആൻഡ് P2. അപ്പോൾ ആദ്യത്തെ ടു പോളറോയിഡ് P1 ആൻഡ് P2 പ്ലേസ്ഡ് വിത്ത് ദെയർ പാസ് ആക്സിസ് പെർപെൻഡിക്കുലർ. ദാറ്റ് മീൻസ് ഇതാണ് P1 വിചാരിക്കുക. ഇതാണ് P1. അടുത്ത P2 ഇങ്ങനെ വെക്കണം. അങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചു എന്ന് പറഞ്ഞത്. ക്ലിയർ? അപ്പോൾ P1 ആൻഡ് P2 പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ. ടു പോളറോയിഡ് P1 and P2 are placed with their pass axis perpendicular to each other. ഇതാണ് ഇയാളെ പാസ് ആക്സിസ്, ഇതാണ് ഇയാളെ പാസ് ആക്സിസ് അല്ലേ? ഇതാണ് ഇയാളെ പാസ് ആക്സിസ്, ഇതാണ് ഇയാളെ പാസ് ആക്സിസ്. പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചു. ക്ലിയർ അല്ലേ? അൺപോളറൈസ്ഡ് ലൈറ്റ് ഓഫ് ഇന്റൻസിറ്റി 2I0 ഇവിടെ പോയി വീണ എത്രയാണ്? 2I0 എന്നുള്ള ലൈറ്റാണ് ഇവിടെ പോയി വീഴുന്നത്. ക്ലിയർ? P1 പോയി വീഴുന്നത് 2I0 ഹിറ്റ് ഓൺ P1. എ തേർഡ് പോളറൈസർ P3.
അപ്പോൾ രണ്ടെണ്ണം ഓൾറെഡി ഉണ്ട്, P1 P2. പിന്നെ എന്താ പറഞ്ഞത്? എ തേർഡ് പോളറൈസർ P3 കെപ്റ്റ് ഇൻ ബിറ്റ്വീൻ P1 ആൻഡ് P2. P1ന്റെയും P2ന്റെ ഇടയ്ക്ക് മൂന്നാമത്തെ ഒരു പോളറൈസർ വെക്കുകയാണ്. എങ്ങനെ? പാസ് ആക്സിസ് മേക്ക് 60 ഡിഗ്രി വിത്ത് P1. അപ്പോൾ അയാൾ കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുക. അവിടെ ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ ആരെ വെച്ചു? P3 വെച്ചു. ക്ലിയർ അല്ലേ? P1ന്റെയും P2ന്റെ ഇടയ്ക്ക് P3 വെച്ചു. എത്ര ഡിഗ്രി? ഇയാളുമായിട്ട് 60 ഡിഗ്രി. P1 P2 എത്ര ഡിഗ്രി? 60 ഡിഗ്രി. ശരിയാണോ? ക്ലിയർ? എടാ ഇയാളും ഇയാളുമായിട്ടാണ് 60 ഡിഗ്രി അല്ലേ? ഡിറ്റർമിൻ ഇന്റൻസിറ്റി ത്രൂ P1. P1ൽ ഇന്റൻസിറ്റി, P2 P3. എടാ P1 ഒരു കുഴപ്പമില്ല. P1 എന്താണ് ശരിക്ക്? എന്താണ് പറഞ്ഞത്? അൺപോളറൈസ്ഡ് ലൈറ്റ് അല്ലേ? 2I0 ആണ് വന്ന് വീണത്. അപ്പൊ ഇപ്പുറത്ത് ആരെത്തും? P1ലൊക്കെ കിട്ടുന്ന ഇന്റൻസിറ്റി I0 ആയിരിക്കും. ശരി, അതിന്റെ പകുതിയൊക്കെ ഉണ്ടാവും അല്ലേ? എടാ ഈ പോളറൈസർ ഇങ്ങനെ P1 ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 2I0 വന്നാൽ വൈനെയൊക്കെ കടത്തിവിടും, എക്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ P1ൽ അപ്പുറത്ത് ആരെ കിട്ടും? P1 ഇപ്പുറത്ത് ആര് വരും? I0 വരും. ശരിയല്ലേ? I0 വരും. അപ്പൊ P1 ഇന്റൻസിറ്റി I0, കൂടുതലൊന്നും ചെയ്യണ്ട. ഇനി P3 കാണാൻ പറഞ്ഞാലോ? എടാ P3 കാണാൻ പറഞ്ഞാൽ ഏത് ഫോമിൽ ഉപയോഗിക്കണം? I' is equal to I0 square cos square theta അല്ലേ? കാരണം ഇയാൾ ഇൻക്ലൈൻഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ശരിയല്ലേ? കാരണം ഇവിടുന്ന് 2I0 അൺപോളറൈസ്ഡ് ആണ്. അത് ഈ P1ലൂടെ കറക്റ്റ് ആയിട്ട് കടന്നു പോകും, Y കോമ്പണന്റ് കംപ്ലീറ്റ്. അപ്പോൾ അത് പകുതിയായിട്ടുണ്ടാവും. ഇവിടെ I0 കിട്ടി. ഇനി ഈ I0 ആണ് P3യിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് അല്ല? P3യിൽ ആരാ സ്ട്രൈക്ക് ചെയ്യുന്നത്? I0. പക്ഷെ അത് 60 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് കിട്ടുക? I' is equal to I0 square cos square 60 അല്ലേ? അപ്പൊ I0 square cos square 60 എന്ത് കിട്ടും? I0 square by 4 വരും അല്ലെ? cos 60 1/2, 1/2 1/2 1/4, I0 square by 4. അപ്പൊ ഇവിടെ I0 square by 4 ആയി. മനസ്സിലാവുന്നുണ്ടോ? എടാ P3ന്റെ പുറത്ത് വരൽ I0 square by 4. 2I0 വന്നു, P1ലൂടെ പാസ് ചെയ്ത് I0 ആയി. I0 P3യിൽ സ്ട്രൈക്ക് ചെയ്തു 60 ഡിഗ്രിയിൽ. അപ്പൊ ഇപ്പുറത്ത് എത്ര കിട്ടി? I0 square by 4 വന്നു. ഇനി P2ലൂടെ എങ്ങനെയാ കാണുക? എടാ P2ലൂടെ കാണണമെങ്കിൽ എഗെയിൻ സെയിം ഫോർമുല. I' is equal to, പക്ഷെ ഇപ്പൊ I0 എടുക്കാൻ പറ്റുമോ? ഇല്ല. എടാ ഇയാൾക്ക് കിട്ടിയ എത്രയാണ്? അതാണ് നോക്കേണ്ടത്. മനസ്സിലായോ? എടാ P3ക്ക് കിട്ടിയത് I0, അത് വെച്ച് നമ്മൾ രണ്ടാമത്തെ P3 കണ്ടുപിടിച്ചു. ഇനി P2ന്റെ കാണണം. P2ന് കിട്ടിയത് എത്രയാണ്? എടാ അവിടെ വന്ന് വീഴുന്നത് I0 square by 4 ആണ്. അപ്പൊ I0 square by 4 അല്ലെ? I0 square by 4 അല്ല വന്ന് വീഴുന്നത്. I0 square by 4 into cos square എന്താ വരിക? എത്ര ആംഗിൾ വരിക? എടാ ഇതിപ്പോ ഓൾറെഡി 60 അല്ലേ ഇരിക്കുന്നത്. അപ്പൊ 60യും ബാക്കി എത്ര ഉണ്ടാവുക? അത് 90 അല്ലേ? അല്ലെ ഇത് 90യും ഇപ്പുറത്ത് 60 പോയി. പിന്നെ എത്ര ആംഗിൾ ഉണ്ടാവുള്ളൂ? 30 ഡിഗ്രി അല്ലേ ഉണ്ടാവുള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടാ? എടാ ഓൾറെഡി ഇയാളുമായിട്ട് 60 വന്നു അല്ലെ? പിന്നെ ഇയാളുമായിട്ട് ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 30 ഡിഗ്രി. ക്ലിയർ? അപ്പോ കോസ് സ്ക്വയർ 30 എന്ന് വരിക. കൺഫ്യൂഷൻ ഉണ്ടാ? എടാ കൺഫ്യൂഷൻ ഉണ്ടോ? 2I0 ഇവിടെ എത്തിയപ്പോൾ I0 ആയി. I0 P3ക്ക് കിട്ടി. I0 P3ക്ക് കിട്ടി വെച്ച ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ I0 സ്ക്വയർ കോസ് സ്ക്വയർ 60, I0 സ്ക്വയർ ബൈ 4. ഇനി ഇയാൾക്ക് P2ൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന എത്രയാണ്? I0 സ്ക്വയർ ബൈ 4 ആണ് അല്ലെ? P2ൽ സ്ട്രൈക്ക് ചെയ്യുന്നത് I0 സ്ക്വയർ ബൈ 4 ആണ്. അയാൾ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ 30 ഡിഗ്രി. കോസ് 30 എത്രയാണ്? √3/2 അല്ലേ? അപ്പൊ I0 സ്ക്വയർ ബൈ 4 into √3/2 ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ ആൻസർ എത്ര കിട്ടും? 4 into 4 16 അല്ലേ വരിക അല്ലേ? I0 സ്ക്വയർ ബൈ എത്ര കിട്ടുക? 3I0 സ്ക്വയർ ബൈ 2 സ്ക്വയർ 4 16 വരും. 3I0 സ്ക്വയർ ബൈ 16 വരും. എടാ മനസ്സിലായിട്ടുണ്ടോ ക്വസ്റ്റ്യൻ? അപ്പൊ ഇതാണ് മാലസ് പറഞ്ഞ പോളറൈസേഷൻ. ക്ലിയർ ആണോ? ഈ ലോ I' I0 കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ I0 ശ്രദ്ധിക്കണം അല്ല. I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺപോളറൈസ്ഡ് അല്ല. അപ്പൊ അൺപോളറൈസ് ചെയ്യുന്ന അതിന്റെ പകുതി ഇരിക്കണം. വീണ്ടും ചിലപ്പോൾ അടുത്ത പോളറൈസറിലൂടെ കടന്നു വരുന്നതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ? അതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ കൃത്യമായിട്ട് മാലസ് ലോ മനസ്സിലാവും. ഓക്കെ, ഇതാണ് പോളറൈസേഷൻ. ശ്രദ്ധിക്കുക, നമ്മൾ പോളറൈസേഷൻ പറഞ്ഞു, മാലസ് ലോ പറഞ്ഞു. അടുത്തത് ബ്രൂസ്റ്റേഴ്സ് ലോ ആണ്. മാലസ് ലോയ്ക്ക് ശേഷം ഈ പോളറൈസേഷനിൽ വരുന്ന ഒരു ലോ ആണ് ബ്രൂസ്റ്റേഴ്സ് ലോ. അത് നിങ്ങൾ വിചാരിക്കും ഇത് എയർ ആണെന്ന് വിചാരിക്കാം. ഇടത് എയർ ആണ്. അതേപോലെ തന്നെ ഇതൊരു ഗ്ലാസ് എന്നുള്ള ഒരു മീഡിയം ആണ് വിചാരിക്കാം. ഇത് ഗ്ലാസ് എന്നുള്ള ഒരു മീഡിയം. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണെന്ന് വിചാരിക്കാം. ഇപ്പം നിങ്ങൾ അതിലൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഇവിടെ വന്ന് വീണു.
ഈ ട്രാൻസ്പെറൻറ്റ് സർഫേസിൽ ഒരു അൺപോളറൈസ്ഡ്, കാരണം ഇത് വെർട്ടിക്കൽ, ഇത് ഹൊറിസോണ്ടൽ അല്ലേ, ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ, ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ. അപ്പോൾ അത് എല്ലാ ഡയറക്ഷനിലും വൈബ്രേഷൻ ഉണ്ട്. ഒരു അൺപോളറൈസ്ഡ് ഇൻസിഡൻറ്റ് ലൈറ്റ് ആണ്. അൺപോളറൈസ്ഡ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഇവിടെ വന്ന് വീണു. അപ്പോൾ ആ വീണ പോയിന്റിൽ ഞാനൊരു നോർമൽ വരച്ചു. ഈ റെഡ് കളറിലുള്ളതാണ് നോർമൽ. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്, ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് അല്ലേ, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ക്ലിയർ? അപ്പോൾ ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ വന്ന് വീണപ്പോൾ കുറച്ച് റേ പാർഷ്യലി റിഫ്ലക്റ്റ് ചെയ്തു, കുറച്ച് റേ പാർഷ്യലി റിഫ്രാക്റ്റ് ചെയ്തു. അപ്പോൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഈ ട്രാൻസ്പെറൻറ്റ് സർഫേസിൽ വന്ന് വീണപ്പോൾ കുറച്ച് റേസ് എന്ത് ചെയ്തു, റിഫ്ലക്റ്റ് ചെയ്ത് പോയി, കുറച്ച് റേസ് റിഫ്രാക്ട് ചെയ്ത് പോയി. ദാറ്റ് മീൻസ് രണ്ട് ഫിനോമിന ഇവിടെ നടക്കുന്നുണ്ട്, റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. നമുക്കറിയാം റെയറത് ഡെൻസറിലേക്ക് ആകുമ്പോൾ ബെൻഡിങ് വിൽ ടേക്സ് പ്ലേസ് ടുവേർഡ്സ് ദ നോർമൽ. നമ്മൾ പഠിച്ചതല്ല റേ ഒപ്റ്റിക്സിൽ, റെയറർ ടു ഡെൻസർ ആകുമ്പോൾ ബെൻഡിങ് വിൽ ടേക്സ് പ്ലേസ് ടുവേർഡ്സ് ദ നോർമൽ. ക്ലിയർ? അപ്പോൾ എന്താണ് പറയുന്നത്? ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ് incident, an unpolarized light incident on transparent surface reflected and refracted light partially polarized. പാർഷ്യലി പോളറൈസ്ഡ്. ഞാൻ ആ ലൈന് മാത്രമേ വരച്ചിട്ടുള്ളൂ, ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടില്ല. അപ്പോൾ എന്താ പറയുന്നത്? ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ ട്രാൻസ്പെറൻറ്റ് സർഫേസ് റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡ്. അപ്പോൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഇവിടെ ഒന്ന് വീണു, റിഫ്ലക്ഷൻ നടന്നു, റിഫ്രാക്ഷൻ നടന്നു. ആ റിഫ്ലക്ഷനും റിഫ്രാക്റ്റഡും ലൈറ്റും ഫുള്ളി പോളറൈസ്ഡ് അല്ലായിരുന്നു, പാർഷ്യലി പോളറൈസ്ഡ് ആയിരുന്നു അല്ലെ. അൺപോളറൈസ്ഡ് ലൈറ്റ് ഇവിടെ വന്ന് വീണപ്പോൾ കുറച്ച് ലൈറ്റ് വേവ് എന്ത് ചെയ്തു, റിഫ്ലക്റ്റ് ചെയ്തു, കുറച്ചാൾ റിഫ്രാക്ട് ചെയ്തു. പക്ഷെ റിഫ്ലക്റ്റ് ചെയ്തതും റിഫ്രാക്ട് ചെയ്തതും എന്തായിരുന്നു? പാർഷ്യലി പോളറൈസ്ഡ് ആയിരുന്നു അല്ലെ. അതാണ് പറയുന്നത് ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ട്രാൻസ്പെറൻറ്റ് സർഫേസ് റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ അറ്റ് എ പെർട്ടിക്കുലർ angle of incidence, at a particular angle of incidence അതിനെ നമ്മൾ സാധാരണ പോളറൈസിങ് ആംഗിൾ എന്ന് പറയും. പോളറൈസിങ് ആംഗിൾ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയും. പോളറൈസിങ് ആംഗിൾ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. അപ്പോൾ അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഈ ഐ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതിനെ നമ്മൾ ഐ പി എന്ന് പറയാം. പോളറൈസിങ് ആംഗിൾ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അവർ മാറ്റിക്കൊണ്ടേയിരുന്നു. ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസസ് എത്തിയപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്തായിരുന്നു? കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയി മാറി. കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് എന്നാൽ ഇപ്പോൾ ഡോട്ട് മാത്രം കാണിച്ചാൽ എന്താണ്? ഒരു വൈബ്രേഷൻ മാത്രം കടത്തി വിട്ടു. ഒരു വൈബ്രേഷൻ മാത്രം എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻസിഡന്റ് ലൈറ്റിന് എക്സും വൈയും ഉണ്ടായിരുന്നു, ഇപ്പോൾ റിഫ്ലക്റ്റഡിൽ എക്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അത് പോളറൈസ്ഡ് ആണ് അല്ലേ. രണ്ട് വൈബ്രേഷൻ ഉണ്ടായിരുന്നു അല്ലേ, ആ വൈബ്രേഷനിൽ എക്സിനെ മാത്രം കടത്തി വിട്ടു, അപ്പോൾ അത് പോളറൈസ്ഡ് ആയി മാറിയില്ലേ. പക്ഷെ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ്, ഇതിനെ നമ്മൾ ഐ പി എന്ന് പറയാം. ഇതിനെ നമ്മൾ എന്താ പറയുക? ഐ പി. അപ്പോൾ പെർട്ടിക്കുലർ അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതിന് നമ്മൾ പോളറൈസിങ് ആംഗിൾ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്. അപ്പോൾ സാധാരണ ഈ ഐ പി എത്തുന്നതിന് മുമ്പ്, അവിടെ ഐ പി എത്തുന്നതിന് മുമ്പ് സാധാരണ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആ സമയത്ത് റിഫ്ലക്റ്റഡും റിഫ്രാക്റ്റഡും പാർഷ്യലി പോളറൈസ്ഡ് ആയിരുന്നു. പക്ഷേ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് വീണപ്പോൾ റിഫ്ലക്റ്റഡ് റേ ഡോട്ട് മാത്രമായി. നേരത്തെ ഡോട്ടും ആരോയും ഉണ്ടാവും ചിലതിന്, ദാറ്റ് മീൻസ് പാർഷ്യലിയാണ്. ഇപ്പൊ ഡോട്ട് മാത്രമായി. അപ്പൊ അതെന്താണ്? കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് റിഫ്ലക്റ്റഡ് ലൈറ്റ്, കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് റിഫ്ലക്റ്റിംഗ് ലൈറ്റ്. ആ ആംഗിളിനെ നമ്മൾ പോളറൈസിങ് ആംഗിൾ എന്ന് പറയാം. വേറൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ആ സമയത്ത് റിഫ്ലക്റ്റഡ് ആൻഡ്
refracted light perpendicular to each other. ശ്രദ്ധിക്കുക, ഈ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എത്തിയപ്പോൾ എന്താണ് ഈ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നിങ്ങളെ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയി മാറി. അതിനെ നമ്മൾ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയാം. ആ സമയത്ത് ഇയാൾക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയി എന്നാണ് പറഞ്ഞത്. ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ദാറ്റ് മീൻസ് 90 ഡിഗ്രി ആയി. അപ്പൊ ഇതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആദ്യം വന്ന് വീണു. അപ്പോൾ റിഫ്ലക്റ്റഡ് ഉണ്ടായിരുന്നു, പാർഷ്യൽ റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു, പാർഷ്യൽ റിഫ്രാക്ഷൻ ഉണ്ടായിരുന്നു. അതൊന്നും ഫുള്ളി പോളറൈസ്ഡ് ആയിരുന്നില്ല. പക്ഷേ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് വീണപ്പോൾ നിങ്ങളെ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയി. ഒരു കോമ്പണന്റ് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയി. അപ്പോൾ റിഫ്രാക്റ്റഡ് ലൈറ്റും റിഫ്ലക്റ്റഡും റിഫ്രാക്റ്റിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആയി. ഇവ രണ്ട് മ്യൂച്വലി എന്തുമായി? പെർപെൻഡിക്കുലർ ആയി എന്നാണ് ബ്രൂസ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇത് പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. ഇത് പാർഷ്യലി പോളറൈസ്ഡ് ആണ് അല്ലെ, ഡോട്ടും വരുന്നുണ്ട്, ഡോട്ട് ഇല്ലാണ്ടും വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതെന്താണ്? അൺപോളറൈസ്ഡ്. ഇതും അൺപോളറൈസ്ഡ്, ഇത് പോളറൈസ്ഡ് ആണ്. അപ്പൊ റിഫ്രാക്റ്റഡ് റേ എന്താണ്? പാർഷ്യലി പോളറൈസ്ഡ് തന്നെ. IP എത്തിയപ്പോൾ റിഫ്രാക്റ്റഡ് റേ പാർഷ്യലി പോളറൈസ്ഡ് തന്നെ, പക്ഷേ റിഫ്ലക്റ്റഡ് റേ കംപ്ലീറ്റ്ലി എന്തായി? പോളറൈസ്ഡ്. അതേപോലെ തന്നെ ഈ ആംഗിൾ, ഇയാൾക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയി. ശരിയല്ലേ? ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചത് എന്താണ്? സ്നെൽസ് ലോ. എടാ, സ്നെൽസ് ലോ അനുസരിച്ച് n sin I by sin R അല്ലേ? സ്നെൽസ് ലോ പ്രകാരം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഈക്വൽ ടു sin I by sin R. I പാരായി. എടാ, ഐക്ക് പകരം എന്തായി? IP ആയി അല്ലെ? ഐക്ക് പകരം IP ആയി. എടാ, നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ? അപ്പൊ ഈ ആംഗിളും IP തന്നെയാണ് വരിക. ശരിയല്ലേ? നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രകാരം എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ ഇത് IP ആണെങ്കിൽ ഈ വാല്യൂ IP തന്നെ എടുക്കുക. ശരിക്കും റിഫ്ലക്റ്റഡ് ആണ്, രണ്ടും തുല്യമായിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് R, ഇതാണ് RP, ഇതാണ് RP, റിഫ്രാക്റ്റഡ് ആംഗിൾ. ക്ലിയർ? അപ്പൊ നമുക്ക് RP എങ്ങനെ കണ്ടുപിടിക്കുക? IP പ്ലസ് 90 പ്ലസ് RP ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? ശരിയല്ലേ? ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമുക്കറിയാം രണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായിരിക്കും. അതുകൊണ്ട് ഇത് IP ആണെങ്കിൽ ഇതും IP. ഇത് RP എടുത്തു, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ RP എടുത്തു. പിന്നെ ബ്രൂസ്റ്റേഴ്സിന്റെ ലോ അനുസരിച്ച് ഇവർക്ക് രണ്ടാൾക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ IP പ്ലസ് 90 പ്ലസ് RP 180 ഡിഗ്രി വരും. അതിന് RP കണ്ടുപിടിച്ചൂടെ? RP എന്താ വരിക? RP ഈസ് ഈക്വൽ ടു 90 മൈനസ് IP അല്ലെ? RP ഈസ് ഈക്വൽ 90 മൈനസ് IP. ശരിയല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? N ഈസ് ഈക്വൽ ടു sin IP ഡിവൈഡിങ് ബൈ sin 90 മൈനസ് IP അല്ലെ? നമുക്കറിയാം sin 90 മൈനസ് തീറ്റ ആരാണ്? കോസ് തീറ്റ അല്ല. ഇത് sin IP ഒന്നു RPക്ക് വരെ എന്തെടുത്തു? 90 മൈനസ് IP. അപ്പൊ sin 90 മൈനസ് തീറ്റ കോസ് തീറ്റ, sin 90 മൈനസ് തീറ്റ കോസ് തീറ്റ. അപ്പൊ N സീക്കൽ എന്ത് കിട്ടും? sin IP ഡിവൈഡിങ് ബൈ കോസ് IP അല്ലെ? കാരണം sin 90 മൈനസ് തീറ്റ കോസ് തീറ്റ, സൈൻ ബൈ കോസ് ആരാണ്? ടാൻ. അങ്ങനെയാണ് N സീക്കൽ എന്ത് കിട്ടുക? ടാൻ IP. ഇതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. N സീക്കൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഈക്വൽ ടു ടാൻ ഓഫ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ. അപ്പൊ N is equal to tan IP. ഇതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്നത്. ക്ലിയർ അല്ലേ? ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? an unpolarized light incident on a transparent surface at a particular angle of incidence. എന്ത്? അതിന് നമ്മൾ പോളറൈസിങ് ആംഗിൾ ആണെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്. ആ സമയത്ത് റിഫ്ലക്റ്റഡ് റിഫ്രാക്റ്റഡ് ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി. സ്നെൽസ് ലോ അപ്ലൈ ചെയ്തു. N എന്ത് കിട്ടി? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടാൻ IP. ഈ IP പോളറൈസിങ് ആംഗിൾ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. ക്ലിയർ ആണോ? ഇതാണ് പോളറൈസേഷന്റെ ബ്രൂസ്റ്റേഴ്സ് ലോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. Angle of incidence on a material is -60 degree. Reflected light is completely polarized. Reflected light is completely polarized. Calculate
velocity of refracted light. Calculate velocity of refracted light. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൺ എ മെറ്റീരിയൽ ഈ 60 ഡിഗ്രി. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയി. അപ്പോൾ എന്താണ് ആ ആംഗിൾ ആരാണ്? IP ആണ്, പോളറൈസിങ് ആംഗിൾ ആണ്. അല്ല അപ്പോഴല്ലേ റിഫ്ലക്റ്റഡ് റേ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആവും. അപ്പോൾ IP ഓർത്തുണ്ട് 60 ഡിഗ്രി എന്ന്. IP 60 ഡിഗ്രി. ക്ലിയർ? അപ്പോൾ ഇത് നമുക്ക് എന്ത് കാണാം? N കാണാം. N എന്താണ് ഫോർമുല? N = tan IP. അപ്പോൾ tan 60 വരും അല്ലേ? N = ബ്രൂസ്റ്റേഴ്സ് ലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് = tan IP. tan 60 എത്രയാണ്? tan 60 √3 അല്ലേ? tan 60 √3. അപ്പോൾ N √3 കിട്ടി. നമ്മളോട് ചോദിച്ചുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല. ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ N √3 എഴുതിയാൽ മതി. പക്ഷെ ചോദിച്ചുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത വെലോസിറ്റിയാണ്. റിഫ്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ ഡെൻസർ മീഡിയത്തിലെ വെലോസിറ്റി. അത് നമ്മൾ N c/v ഉപയോഗിച്ചാൽ മതി അല്ലേ? N = സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡിങ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ആ മീഡിയത്തിലല്ലേ റിഫ്രാക്റ്റഡ് ലൈറ്റ്? ഇവിടെ എയറിൽ തന്നെയാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ്. റിഫ്രാക്റ്റഡ് ലൈറ്റ് സെക്കൻഡ് മീഡിയത്തിലല്ലേ? അപ്പോൾ അതിൻ്റെ സ്പീഡാണ് v. അപ്പോൾ N = c/v. അപ്പോൾ v എന്ത് കിട്ടും? v = c/n. c എത്രയാണ്? 3 × 10⁸ ഡിവൈഡിങ് ബൈ √3 m/s. ശരിയല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ N കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? N = c/v ആണ്. പിന്നെ അടുത്തത് ഡോപ്ലർ എഫക്റ്റ് ഇൻ ലൈറ്റ്. ഡോപ്ലർ എഫക്റ്റ് ഇൻ ലൈറ്റ് നമ്മൾ ഓൾറെഡി ഇത് കുറച്ച് സൗണ്ടിലാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ എലമെൻ്ററി ഐഡിയാസ് മാത്രമേ നമുക്കിവിടെ വേവ് ഓപ്റ്റിക്സിൽ പഠിക്കാനുള്ളൂ. ജസ്റ്റ് അതിൻ്റെ കോൺസെപ്റ്റും അതിൻ്റെ ഒരു ഫോർമുലയും മാത്രം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഡോപ്ലർ എഫക്റ്റ് ഇൻ സൗണ്ട് പഠിച്ചിട്ടുണ്ട്. വേവ് അല്ലേ? വെനെവർ ദർ ഇസ് എ റിലേറ്റീവ് മോഷൻ, ഫ്രീക്വൻസിയുള്ള ചേഞ്ച് ആണ് അല്ലേ? ഇപ്പോൾ ഞാനൊരു സോഴ്സ്, ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ഫ്രീക്വൻസി എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഞാനൊരു സോഴ്സ്, ഒരു ഒബ്സർവർ ഉണ്ടെങ്കിൽ ഞാനൊരു ഫ്രീക്വൻസി എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫ്രീക്വൻസിയാണ് അയാൾ കേൾക്കുക. പക്ഷേ അയാളിപ്പോൾ എൻ്റെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ ഞാൻ അയാളുടെ അടുത്തേക്ക് പോയാൽ അയാൾക്ക് കൂടിയ ഫ്രീക്വൻസി കേൾക്കും. അതേപോലെ അയാൾ അകലെ പോയാൽ അയാളുടെ ഫ്രീക്വൻസി കുറയും അല്ല? അപ്പോൾ അതിനാണ് അപ്പാരൻറ്റ് ചേഞ്ച് എന്ന് പറയുക. അപ്പോഴാണ് ഈ ഡോപ്ലർ എഫക്റ്റ് നടക്കുക. അപ്പോൾ സോഴ്സും ഉണ്ടാവും, ഒബ്സർവറും ഉണ്ടാവും. സോഴ്സാണ് എമിറ്റ് ചെയ്യുക ഫ്രീക്വൻസി. ഒബ്സർവർ ചിലപ്പം റെസ്റ്റ് ആണെങ്കിൽ അയാൾ അതേ ഫ്രീക്വൻസി കേൾക്കും. പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒബ്സർവർ കൂടിയ ഫ്രീക്വൻസി കേൾക്കും, ചിലപ്പോൾ ഒബ്സർവർ കുറഞ്ഞ ഫ്രീക്വൻസി കേൾക്കും. ഫ്രീക്വൻസി കൂടിയാൽ വേവ് ലെങ്ത് കുറയും, ഫ്രീക്വൻസി കുറഞ്ഞാൽ വേവ് ലെങ്ത് കൂടും. കാരണം ന്യൂ ഇസീക്കൽ എന്താണ്? അവിടെ ന്യൂ ഇസീക്കൽ c/λ. വേവ് ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി കുറയും, വേവ് ലെങ്ത് കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തെ നമ്മൾ എന്തെന്ന് പറയുക? ഡോപ്ലർ എഫക്റ്റ്. അപ്പോൾ എന്താണ്? അപ്പാരൻറ്റ് change in frequency whenever there is relative motion between source and observer. Source and observer. അപ്പോൾ apparent change in frequency, ആ സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ആക്ച്വൽ ഫ്രീക്വൻസി. പക്ഷെ ഇവർ അങ്ങോട്ട് രണ്ടാളും റെസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ സോഴ്സും ഒബ്സർവറും റെസ്റ്റ് ആണെങ്കിൽ സോഴ്സ് എമിറ്റ് ചെയ്യുന്ന അതേ ഫ്രീക്വൻസിയാണ് ആരും കേൾക്കുക, ഒബ്സർവറും കേൾക്കുക. അവിടെ ഫ്രീക്വൻസിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, അവിടെ ഡോപ്ലർ എഫക്റ്റ് ഇല്ല. പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അടുത്തായി കഴിഞ്ഞാൽ, അവർ മൂവ് ചെയ്ത് അടുത്തായി കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂടിയ പോലെ തോന്നും. ദാറ്റ് മീൻസ് വേവ് ലെങ്ത് കുറയും. അകലെ പോയാൽ ഫ്രീക്വൻസി കുറയും, വേവ് ലെങ്ത് കൂടും. ആ ഫിനോമിനെ നമ്മൾ എന്താ പറയുക? ഡോപ്ലർ എഫക്റ്റ്. ലൈറ്റ് ആണ് അവിടെ സോഴ്സ്. നേരത്തെ നമ്മൾ സൗണ്ടാണ് പഠിച്ചത്. സൗണ്ട് എമിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഫ്രീക്വൻസിയുള്ള വ്യത്യാസം, ഇത് ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഫ്രീക്വൻസിയുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെനെവർ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഒബ്സർവർ. അപ്പോൾ നമ്മൾ സാധാരണ ലൈറ്റിൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയാറുണ്ട്. ഈ ഡോപ്ലർ എഫക്റ്റ് റെഡ് ഷിഫ്റ്റും ഉണ്ട്, ബ്ലൂ ഷിഫ്റ്റും ഉണ്ട്. റെഡ് ഷിഫ്റ്റ് അതേപോലെ തന്നെ ബ്ലൂ ഷിഫ്റ്റ്. ഇപ്പോൾ ഈ ഡോപ്ലർ എഫക്റ്റ് ഇൻ ലൈറ്റ് റെഡ് ഷിഫ്റ്റ്. എടാ റെഡ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കൂടിയതാണ് അല്ല? റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കൂടണം, ബ്ലൂവിന് വേവ് ലെങ്ത് കുറവാണ്. അപ്പോൾ ലാംഡ കൂടും, അതാണ് റെഡ് ഷിഫ്റ്റ് അല്ല? ഈ ഡോപ്ലർ എഫക്റ്റ് നടന്ന് വേവ് ലെങ്ത് കൂടുകയാണെങ്കിൽ അത് റെഡ് ഷിഫ്റ്റ് ആണ്. ബ്ലൂ ഷിഫ്റ്റ് ആകുമ്പോൾ വേവ് ലെങ്ത് കുറയും. ലാംഡ കൂടിയാൽ ഫ്രീക്വൻസി കുറയും, ലാംഡ കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ക്ലിയർ? അപ്പോൾ രണ്ട് തരത്തിൽ ഡോപ്ലർ എഫക്റ്റ് നടക്കുന്നുണ്ട്. ഒന്ന് റെഡ് ഷിഫ്റ്റ് എന്ന് പറയും, ഒന്ന് ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയും. എന്താണ് റെഡ് ഷിഫ്റ്റ്? അപ്പാരൻറ്റ്
റിലേറ്റീവ് മോഷൻ കാരണം വേവ് ലെങ്ത് കൂടും അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയും, അതാണ് റെഡ് ഷിഫ്റ്റ്. കാരണം റെഡിനാണ് മാക്സിമം വേവ് ലെങ്ത്. വേവ് ലെങ്ത് കൂടും, ഫ്രീക്വൻസി കുറയും, അതാണ് റെഡ് ഷിഫ്റ്റ്. ബ്ലൂ ഷിഫ്റ്റ് എന്താണ്? വേവ് ലെങ്ത് കുറയും, ഫ്രീക്വൻസി കൂടും. ക്ലിയർ? അപ്പോൾ സാധാരണ അതിൻ്റെ ഒരു ഫോർമുല അവർ പറയുന്നത് വെച്ചാൽ ഡെൽറ്റ എഫ് ബൈ എഫ്, ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ ഒറിജിനൽ ഫ്രീക്വൻസി ഈക്വൽ ടു മൈനസ് വി ബൈ സി. അതേപോലെ തന്നെ ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈക്വൽ ടു വി ബൈ സി. ഈ നെഗറ്റീവ് ഒരാളാണ് ഫ്രീക്വൻസി കുറയുന്നതുകൊണ്ടാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ റെഡ് ഷിഫ്റ്റ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സോഴ്സ് എന്ത് ചെയ്യണം? മൂവ് എവേ ഫ്രം ഒബ്സർവർ ആണ്. സോഴ്സ് മൂവ് എവേ ഫ്രം ഒബ്സർവർ. സോഴ്സ് എന്ത് ചെയ്യുക? ഒബ്സർവ് ഒന്ന് അകലേക്ക് പോവുക. അകലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് കൂടും, ഫ്രീക്വൻസി കുറയും. അതിനാണ് റെഡ് ഷിഫ്റ്റ് എന്ന് പറയുക. സോഴ്സ് മൂവ് എവേ ഫ്രം ഒബ്സർവർ, അതിന് നമ്മൾ എന്താ പറയുക? റെഡ് ഷിഫ്റ്റ്. അപ്പൊ ലാംഡ കൂടും, ഫ്രീക്വൻസി കുറയും. അപ്പൊ നമ്മൾ അതിന്റെ ഫോർമുല ആയിട്ട് പറയുന്നത് ഡെൽറ്റ എഫ് ബൈ എഫ്, ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ ഒറിജിനൽ ഫ്രീക്വൻസി ഈക്വൽ മൈനസ് ഒരാൾ കാരണം ഫ്രീക്വൻസി കുറയുന്നതുകൊണ്ടാണ് ഫ്രീക്വൻസി. പക്ഷേ വേവ് ലെങ്ത് കൂടുന്നതുകൊണ്ട് പ്ലസും വരും അല്ലേ? വേവ് ലെങ്ത് കൂടുന്നതുകൊണ്ട് ഇവിടെ പ്ലസ് വരും, പ്ലസ് വി ബൈ സി. മൈനസ് വരുന്നത് ഫ്രീക്വൻസി കുറയുന്നുണ്ട്. കാരണം ഡെൽറ്റ എഫ് ബൈ എഫ് മൈനസ് വി ബൈ സി, ഡെൽറ്റ ലാംഡ ബൈ ലാംഡ വി ബൈ സി. ക്ലിയർ? അപ്പൊ ഇതാണ് എന്ത് ഷിഫ്റ്റ്? റെഡ് ഷിഫ്റ്റ്. ഇതിൽ സി എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ്. വി അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി. ഇവിടെ സോഴ്സ് മൂവ് ചെയ്യില്ലേ? സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് എഫ്, ലൈറ്റിന്റെ സ്പീഡാണ് സി. പിന്നെ ആ സോഴ്സ് മൂവ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു സ്പീഡ് ഉണ്ടാവും, അതാണ് വി. വി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഴ്സ് മൂവ് ചെയ്യണമെങ്കിൽ അയാൾ ആ മൂവ് ചെയ്യുന്ന സ്പീഡാണ് വി. ക്ലിയർ? കാരണം സോഴ്സ് മൂവിങ് എവേ ഫ്രം ഒബ്സർവർ ആണ്, അപ്പോൾ അയാളുടെ സ്പീഡാണ് വി. ഇത് നെഗറ്റീവ് എന്നത് ഫ്രീക്വൻസി കുറയുന്നതുകൊണ്ട്, പോസിറ്റീവ് എന്നത് ലാംഡ കൂടുന്നതുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഫോമിൽ ഓർത്താൽ മതി. ഇതാണ് റെഡ് ഷിഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ നേരെ തിരിച്ചാണ് ബ്ലൂ ഷിഫ്റ്റ്. സോഴ്സ് എന്ത് ചെയ്യണം? സോഴ്സ് മൂവ് ടുവേർഡ്സ് ഒബ്സർവർ. സോഴ്സ് ഒബ്സർവർ അടുത്തേക്ക് പോകണം. അടുത്തേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി കൂടും, വേവ് ലെങ്ത് കുറയും. അതിനെ നമ്മൾ ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയാം. ആ ബ്ലൂ ഷിഫ്റ്റിന് എന്താണ് ഫോർമുല വരിക? ഡെൽറ്റ എഫ് ബൈ എഫ് ഇസിക്കൽ, അത് വി ബൈ സി ആയിരിക്കും. ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ സി. കാരണം ഇവിടെ ഫ്രീക്വൻസി കൂടി. അവിടെ ഫ്രീക്വൻസി കൂടിയപ്പോൾ പ്ലസ് വരും, വേവ് ലെങ്ത് കുറഞ്ഞപ്പോൾ മൈനസും വരും. ക്ലിയർ ആണോ? അപ്പം ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സോഴ്സും ഒബ്സർവറും റിലേറ്റീവ് മോഷൻ കാരണം ഒബ്സർവർ കേൾക്കുന്ന ഫ്രീക്വൻസി സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും. അതിനാണ് ഡോപ്ലർ എഫക്റ്റ്. ചിലപ്പോൾ ഫ്രീക്വൻസി കൂടാം, അപ്പോൾ വേവ് ലെങ്ത് കുറയും, അതിനെ ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയും. ചിലപ്പം ഫ്രീക്വൻസി കുറയാം, വേവ് ലെങ്ത് കൂടും, അതിനെ റെഡ് ഷിഫ്റ്റ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. ഇനി അടുത്തെഴുതുക റിസോൾവിങ് പവർ. ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് വേവ് ഒപ്റ്റിക്സിലെ റിസോൾവിങ് പവർ. ഈ റിസോൾവിങ് പവർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്, ടെലസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ എന്തിനാണ് ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നത്? വളരെ അകലെയുള്ള ഒബ്ജക്റ്റിനെ നല്ല മാഗ്നിഫൈ ചെയ്ത് കാണാനല്ലേ നമ്മൾ ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് സ്റ്റാറിനെയും അതേപോലെ തന്നെ സ്പേസിലുള്ള ആളുകളെയൊക്കെ നിരീക്ഷിക്കാറില്ലേ? അപ്പോൾ അത് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആ ഇമേജ് കിട്ടും നമുക്ക്. മൈക്രോസ്കോപ്പ് എന്താണ്? ഒബ്ജക്റ്റ് വളരെ മൈക്രോ ആയിരിക്കും അല്ലേ? വളരെ സ്മോൾ ഒബ്ജക്റ്റിൻ്റെ ആ ഒബ്ജക്റ്റ് വളരെ അടുത്തുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ബാക്ടീരിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കാറില്ലേ? അപ്പോൾ അതിന് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇതിനൊക്കെ ഒരു റിസോൾവിങ് പവർ വേണം. അത് എന്താണെന്ന് വെച്ചാൽ റിസോൾവിങ് പവർ എന്ന് വെച്ചാൽ എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ടു ഡിസ്റ്റിംഗ്വിഷ് closely spaced image. To distinguish two closely spaced image. ഇപ്പം നിങ്ങളൊരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കാം? ടെലസ്കോപ്പ് ആയിരിക്കാം, മൈക്രോസ്കോപ്പ് ആയിരിക്കാം. ആ ഇമേജസ് കിട്ടൂലേ, ആ ഇമേജസ് നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം. ഇപ്പൊ ക്ലോസ്ലി സ്പേസ്ഡ് ഇമേജ് കിട്ടി വിചാരിക്കാം, ക്ലോസ്ലി സ്പേസ്ഡ് ഇമേജ് കിട്ടി. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം? രണ്ടിനെയും വ്യക്തമായിട്ട് അക്യുറേറ്റ് ആയിട്ട് കാണണം. അതിൻ്റെ ഒരു എബിലിറ്റിനെ നമ്മൾ എന്താ പറയുക? റിസോൾവിങ് പവർ എന്ന് പറയാം. റിസോൾവിങ് പവർ. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 5 കാറുകൾ ഒരുമിച്ച് നിർത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 കാറുകൾ ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, 5 കാറിനെയും അതിൻ്റെ ഇമേജൊക്കെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഒരുപാട് ഹൈറ്റിലേക്ക് പോയാലോ? ഒരുപാട് ഹൈറ്റിലേക്ക് എയറിൽ ഞാൻ ഒരുപാട് അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഹൈറ്റ് പോയിട്ട് അവിടെ ഞാൻ നെയ്ക്കഡായി നോർമൽ ഐ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഈ 5 എണ്ണൊക്കെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് കാണാൻ പറ്റണമെന്നുണ്ടോ?
എടാ ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയപ്പോൾ ഈ 5 കാറും എനിക്ക് കറക്റ്റ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റി, അടുത്തടുത്ത് നിർത്തിയിട്ട്. ഞാൻ എന്ത് ചെയ്തു, അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഹൈറ്റ് പോയി, അവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് 5ഉം അതേപോലെ കാണാൻ പറ്റുമോ? ഇല്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാൻ പറ്റിക്കോളന്നില്ല. അപ്പം നമ്മൾ അതിനൊരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കും. ആ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ 5 ഇമേജും കറക്റ്റായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാൻ പറ്റും. ആ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കഴിവിനെ നമ്മൾ എന്തെന്ന് പറയുക? റിസോൾവിംഗ് പവർ. ഓക്കെ, അപ്പൊ എന്താണ് റിസോൾവിംഗ് പവർ? എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ടു ഡിസ്റ്റിങ്വിഷ് ടു ക്ലോസ്ലി സ്പേസ്ഡ് ഇമേജ്. വളരെ അടുത്തടുത്തുള്ള ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ഇമേജിനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണാനുള്ള ഒരു ഇൻസ്ട്രുമെന്റിന്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? റിസോൾവിംഗ് പവർ. ഓക്കെ, ക്ലിയർ? അപ്പോൾ റിസോൾവിംഗ് പവർ എന്താണ്? എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ടു ഡിസ്റ്റിങ്വിഷ് അല്ലെങ്കിൽ ടു സെപ്പറേറ്റ്, അല്ലെങ്കിൽ ടു സെപ്പറേറ്റ് ടു ക്ലോസ്ലി സ്പേസ്ഡ് ഇമേജ്. വളരെ അടുത്തടുത്തുണ്ടായ 2 ഇമേജുകളെ സെപ്പറേറ്റ് ആയിട്ട് വ്യക്തമായിട്ട് അക്യുറേറ്റ് ആയിട്ട് കാണാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കഴിവിനെ നമ്മൾ എന്താ പറയുക? റിസോൾവിംഗ് പവർ. അപ്പോൾ ഇവിടെ വരുന്നൊരു ടേമാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്താ വെച്ചാൽ റെസിപ്രോക്കൽ ഓഫ് റിസോൾവിംഗ് പവർ ആണ്. ശ്രദ്ധിക്കുക, രണ്ടും മാറിപ്പോയത്. ആദ്യം ഞാൻ പറഞ്ഞത് റിസോൾവിംഗ് പവർ, ഇപ്പൊ ഞാൻ പറയുന്നത് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. എടി ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്താ വെച്ചാൽ റെസിപ്രോക്കൽ ഓഫ് റിസോൾവിംഗ് പവർ. ഈ റിസോൾവിംഗ് പവറിന്റെ റെസിപ്രോക്കലിനെ നമ്മൾ എന്തെന്ന് പറയാ? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ദാറ്റ് മീൻസ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ മിനിമം ആണെങ്കിൽ റിസോൾവിംഗ് പവർ എന്തായിരിക്കും? റിസോൾവിംഗ് പവർ മാക്സിമം ആയിരിക്കും. ശ്രദ്ധിക്കുക, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ മിനിമം ആണെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിന്റെ റിസോൾവിംഗ് പവർ മാക്സിമം ആയിരിക്കും. അപ്പോൾ റിസോൾവിംഗ് പവറും ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, റെസിപ്രോക്കൽ ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ മിനിമം ആണെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിന്റെ റിസോൾവിംഗ് പവർ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടെലസ്കോപ്പിന്റെയും മൈക്രോസ്കോപ്പിന്റെയും റിസോൾവിംഗ് പവറിന്റെ ഫോമിലേ നമുക്ക് പഠിക്കാനുള്ളൂ, ഡീറ്റെയിൽസ് ആയിട്ടൊന്നുമില്ല. ടെലസ്കോപ്പ്, ആദ്യം ഞാൻ ടെലസ്കോപ്പ് ആണ് പറയുന്നത്. അപ്പൊ ടെലസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ എന്താണെന്ന് വെച്ചാൽ RP എന്ന് പറഞ്ഞാൽ റിസോൾവിംഗ് പവർ 1.22 λ/n ആണ്. A by 1.22 lambda. A എന്ന് പറഞ്ഞാൽ അപ്പേർച്ചർ ഓഫ് ദ ലെൻസ് ആണ്, അപ്പേർച്ചർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. അപ്പേർച്ചർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. ലാംഡ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ വേവ് ലെങ്ത്. ശ്രദ്ധിക്കുക, ടെലസ്കോപ്പ്, നിങ്ങളതിൽ ഇപ്പോൾ ഒരു ടെലസ്കോപ്പ് ഉണ്ടെങ്കിൽ ആ ടെലസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല A by 1.22 ലാംഡ. ഫോർമുല പഠിക്കാനുള്ളൂ. റിസോൾവിംഗ് പവർ A by 1.22 ലാംഡ. അതിൽ A എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റീവ് ലെൻസ്, ടെലസ്കോപ്പിന്റെ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഇല്ലേ, ആ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ അപ്പേർച്ചർ ആണ്. അപ്പേർച്ചർ ഇങ്ങനെ ഡയമീറ്റർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അപ്പേർച്ചർ ആണ് A, അപ്പേർച്ചർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. ലാംഡ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. അപ്പോൾ ഇയാളെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്തായിരിക്കും? അതിന് d(θ) എന്ന് പറയാം. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്താ വരിക? 1.22 λ/A അല്ലെ, 1/RP വരും അല്ലെ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ കറക്റ്റ് വായിക്കണം. റിസോൾവിംഗ് പവർ ആണ് ചോദിച്ചത്, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണ് ചോദിച്ചത്, കൃത്യമായിട്ടാണ്, കാരണം രണ്ടും ഇൻവേഴ്സ്ലി ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ d(θ) ടെലസ്കോപ്പിന്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ 1.22 λ/A 1/RP. ഹ്യൂമൺ ഐന്റെ, കാരണം നമ്മുടെ ഹ്യൂമൺ ഐ ശരിക്കും എന്താണ്? എടാ ഹ്യൂമൺ ഐ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അയാളെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞതിന്റെ വാല്യൂ 0.305 into 10⁻³ റേഡിയൻ ആണ്. into 10⁻³ റേഡിയൻ. അപ്പോൾ ഒരു ഹ്യൂമൺ ഐന്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എത്രയാണ്? ഒരു ആവറേജ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0.305 into 10⁻³ റേഡിയൻ. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൺ ഐന്റെ റിസോൾവിംഗ് പവർ കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഈ ടേമിന് നമ്മൾ എന്താ പറയുക? റിസോൾവിംഗ് പവർ ഓഫ് ടെലസ്കോപ്പ്. അടുത്തത് മൈക്രോസ്കോപ്പിന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ് വിചാരിക്കുക, ഈ ആംഗിൾ θ, ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. നമുക്കറിയാം മൈക്രോസ്കോപ്പിൽ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഇല്ലേ, ഇതാണ് സാധാരണ θ, ഇത് ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പോൾ മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2n
സൈൻ തീറ്റ ഡിവൈഡിങ് ബൈ 1.22 ലാംഡയാണ്. അപ്പോൾ മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2n സൈൻ തീറ്റ ഡിവൈഡിങ് ബൈ 1.22 ലാംഡ. ഇത് ലാംഡ എന്ന വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്. n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ആ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ. n എന്നാൽ ഇയാളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലെ. ലാംഡ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്. തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ആംഗിള് ഹാഫ് ആംഗിൾ ആണ്, ഹാഫ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് റിസോൾവിംഗ് പവർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2n സൈൻ തീറ്റ ബൈ 1.22 ലാംഡ. അതിൽ n എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, തീറ്റ എന്നാൽ ഹാഫ് ആംഗിൾ ആണ്, കോണിലെ ഹാഫ് ആംഗിൾ. ലാംഡ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഇയാളെ റെസിപ്രോക്കൽ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടി? 1/RP കണ്ടാൽ നമുക്ക് എന്തും കിട്ടി? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനും കിട്ടി. ക്ലിയർ ആണോ? അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടായ ഇമേജിനെ ഈസി ആയിട്ട് അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ട് ഈക്വലി സ്പേസ്ഡ് ഇമേജിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ആ കഴിവിനെ നമ്മൾ എന്തെന്ന് പറയുക? റിസോൾവിംഗ് പവർ. അതിന്റെ റെസിപ്രോക്കൽ നമ്മൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ മിനിമം ആണെങ്കിൽ നിങ്ങൾ ഇൻസ്ട്രുമെന്റിന്റെ റിസോൾവിംഗ് പവർ മാക്സിമം ആയിരിക്കും. നമുക്ക് റിസോൾവിംഗ് പവർ ഓഫ് ടെലസ്കോപ്പിന്റെ ഫോർമുല അറിഞ്ഞിരിക്കണം, റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്പിന്റെ ഫോർമുലയും അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്കിതിലൊരൊറ്റ ക്വസ്റ്റ്യൻ നോക്കാം. ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് light of wavelength 6000 angstrom is coming from a star. What is the limit of resolution? What is the limit of resolution if objective lens? What is the limit of resolution if objective lens has diameter? ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ അപ്പേർച്ചർ ആയിട്ട് എടുക്കുക. അപ്പേർച്ചർ ഹാസ് ഡയമീറ്റർ 200 സെന്റിമീറ്റർ. 200 സെന്റിമീറ്റർ. ഇപ്പം എന്താ പറയുന്നത്? എന്തായാലും സ്റ്റാർ ആണ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ടെലസ്കോപ്പ് ആയിരിക്കും അല്ലെ. സ്റ്റാറിനെയൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആരാണ്? ടെലസ്കോപ്പ്. അപ്പോൾ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ കൊടുത്തിട്ട് എത്രയാണ്? 6000 ആംസ്ട്രോങ്. അപ്പോൾ 6000 ഇൻറ്റു 10⁻⁻10 മീറ്റർ അല്ലേ. ഈസ് കമ്മിങ് ഫ്രം എ സ്റ്റാർ. വാട്ട് ഈസ് എ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഡി തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഡി തീറ്റയാണ്, റിസോൾവിംഗ് പവർ അല്ല. ഡി തീറ്റ എന്താണ്? ഡി തീറ്റൻ്റെ ഫോർമുല 1.22 ലാംഡ ബൈ എ ആണ്. എ എന്ന് പറഞ്ഞാൽ അപ്പേർച്ചർ അല്ലെങ്കിൽ ഡയമീറ്റർ. അപ്പേർച്ചർ ഓർ ഡയമീറ്റർ. അപ്പോൾ എത്ര കിട്ടുക? 1.22 ഇൻറ്റു 6000 ഇൻറ്റു 10⁻⁻10 ഡിവൈഡിങ് ബൈ 200 ഇൻറ്റു 10⁻⁻2 അല്ലേ. അപ്പോൾ ഇത് ക്യാൻസലായി പോകും. ഈ സീറോസ് ക്യാൻസലായി അല്ലേ. അപ്പോൾ അത് 1.22/2 ഇൻറ്റു 3 zeros പോയി 6 ഇൻറ്റു 10⁻⁻, എത്ര വരിക? -7 വരും അല്ലേ. -7. ഇത് 3 പോവും അല്ലേ. അപ്പോൾ എത്ര കിട്ടുക? 3.66 കിട്ടും അല്ലേ. 3.66 കിട്ടും ഇൻറ്റു 10⁻⁻7 റേഡിയൻ വരും ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ശ്രദ്ധിക്കണം, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇനി റിസോൾവിംഗ് പവർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇയാളെ റെസിപ്രോക്കൽ എടുക്കുന്ന ആൻസർ ഉണ്ട്. ക്ലിയർ? അപ്പോൾ അതാണ് 1.22/A അല്ലെങ്കിൽ ഡി ഡയമീറ്റർ എന്നൊക്കെ എടുക്കാറുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് വേവ് ഒപ്റ്റിക്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ലെങ്തിയാണ്. റേ ഒപ്റ്റിക്സിന് അത്ര ലെങ്തി അല്ല, കോൺസെപ്റ്റുകൾ കുറവല്ല. റേ ഒപ്റ്റിക്സിൻ്റെ പകുതിയെ പഠിക്കാനുള്ള ശരിക്കും വേവ് ഒപ്റ്റിക്സ്. പക്ഷേ കോൺസെപ്റ്റ് കുറച്ച് ഡ്രൈ ആണ്. പ്രത്യേകിച്ച് ആ വേവ് ഫ്രണ്ട്, അതേപോലെ തന്നെ ആ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ഒക്കെ നമ്മൾ വേവ് ഫ്രണ്ട് വെച്ച് പ്രൂവ് ചെയ്യുമ്പോഴൊക്കെ ഇൻ്റർഫിയറൻസ് ഡൈഫ്രാക്ഷൻ ഒക്കെ എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂഷൻ വരും. കാരണം കുറച്ച് ടോപ്പിക് കുറച്ച് ഡ്രൈ ആണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ന്യൂട്ടൻ്റെ കോർപ്പസ്ലെസ് തിയറി എന്താണെന്നുള്ള ആ പോയിന്റുകൾ നോക്കുക. പിന്നെ ഹൈജീൻ്റെ പോയിന്റ്സ് നോക്കുക. പിന്നെ ഹൈജീൻ്റെ വേവ് ഫ്രണ്ട്, എന്താണ് വേവ് ഫ്രണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് നിങ്ങൾ വേവ് ഫ്രണ്ട് വരയ്ക്കുക. എന്താണ്? സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട്, സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്, പ്ലെയിൻ വേവ് ഫ്രണ്ട്. അത് ഓരോ സോഴ്സിനനുസരിച്ച്. പിന്നെ ഹൈജീൻ്റെ ആ പ്രിൻസിപ്പിൾ കറക്റ്റായിട്ട് അറിയാം.
അല്ലെ, പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി ഡിസ്റ്റർബൻസ് ഉണ്ടാകും, അത് ഓരോ വേവിലായിട്ട് ഉണ്ടാക്കും, അതിൻ്റെ കോമൺ ടാൻജൻറ്റ് വരയ്ക്കുക. അതൊക്കെ ക്ലിയർ അല്ലേ, ഹൈജീൻ്റെ പ്രിൻസിപ്പിൾ. പിന്നെ റിഫ്ലക്ഷൻ, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. റിഫ്ലക്ഷനും അത് റേ ഓപ്റ്റിക്സിനെ ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചത് അല്ലേ. പിന്നെ ഇൻ്റർഫിയറൻസ് ഓഫ് ലൈറ്റ് പഠിച്ചു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്ട്രക്റ്റീവിൻ്റെ കണ്ടീഷൻ പഠിക്കുക, ഡിസ്ട്രക്റ്റീവിൻ്റെ കണ്ടീഷൻ കൃത്യമായിട്ട് പഠിക്കുക, ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും ഒക്കെ. ഓക്കെ, പിന്നെ യങ്സ് ഡബിൾ സ്ലിറ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് അത് പഠിക്കുക. അതിൻ്റെ കണ്ടീഷൻസ്, മാക്സിമം കിട്ടാനുള്ള കണ്ടീഷൻ, മിനിമം കിട്ടാനുള്ള കണ്ടീഷൻ, ആ ഗ്രാഫ്. അതിനുശേഷം ഡൈഫ്രാക്ഷൻ എന്താണെന്ന് പഠിക്കുക, അത് സിംഗിൾ സ്ലിറ്റ് ആണ്, അത് വെച്ചിട്ട് അതിൻ്റെ മിനിമം മാക്സ്, അപ്പോൾ രണ്ടും അങ്ങോട്ടോട്ട് മാറിപ്പോയത് അല്ലേ, ഡൈഫ്രാക്ഷൻ. പിന്നെ ഇൻ്റർഫിയറൻസും ഡൈഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. പിന്നെ പോളറൈസേഷൻ എന്താണെന്ന് പഠിക്കുക. അതിനുശേഷം മാലസ് ലോൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. പിന്നെ ബ്രൂസ്റ്റേഴ്സ് ലോ, അത്രയേ പോളറൈസേഷൻ പഠിക്കാനുള്ളൂ. പിന്നെ അതിനുശേഷം ഡോപ്ലർ എഫക്റ്റിൻ്റെ ജസ്റ്റ് കോൺസെപ്റ്റ്, പിന്നെ റിസോൾവിങ് പവർ, ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വേവ് ഓപ്റ്റിക്സിൽ വരുന്നത്. യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക്